ഓക്കെ. കുറച്ചും കൂടെ ആൾക്കാർ ഒന്ന് വീഡിയോ ഓണാക്കൂ. നമ്മളെല്ലാവരും സന്തോഷമുള്ള ദിവസമല്ലേ ഇന്ന്. മാസം അവസാനം നമ്മുടെ ബിസിനസ് മന്ത് അവസാനിക്കുകയാണ്. നമ്മുടെ ഓർഗനൈസേഷനിൽ വളരെ നല്ല ഒരുപാട് അച്ചീവ്മെന്റ്സ് ഈ മാസം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ആ സന്തോഷം നമ്മളെല്ലാവരും ഒന്ന് ചിരിച്ചുകൊണ്ടും നിങ്ങളുടെ സന്തോഷം അറിയിക്കാനും ഈ മീറ്റിംഗ് മുഴുവനായിട്ട് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. നമ്മുടെ ഓർഗനൈസേഷനെ നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ എല്ലാ മാസങ്ങളും നമ്മൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യമാണ്. ഓരോ മാസങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള പിന്നുകൾ. കുറച്ച് മുന്നേക്ക് നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബ്രോൺ സെക്രട്ടറിക്ക് ആയിരുന്നു ആവുന്നെങ്കിൽ ഇപ്പോൾ ഹയർ പിന്നിലേക്കൊക്കെയാണ് നമ്മുടെ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അച്ചീവ്മെന്റ് ചെയ്ത ആൾക്കാരെ അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഒരു 5-6 പേരുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വിളിക്കാം അവരെ. വീഡിയോ ഓണാക്കുന്ന ആൾക്കാർ ആദ്യം വിളിക്കാം കേട്ടോ. വീഡിയോ ഓണാക്കണം. ഞാൻ നിങ്ങളെ നോക്കിയിട്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവുക. ആദ്യം തന്നെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മളെ തലശ്ശേരി സ്വദേശി ആർഷ മേഡമാണ്. ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂ ബിസിനസ്സിൽ വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മീറ്റിങ്ങിലൊക്കെ MC ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവിടെ. വർഷ മേഡം വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ് നേടിക്കഴിഞ്ഞു. ഒരു 2 മാസം മുന്നേ ആയിരുന്നു 12% ആയതെങ്കിൽ ഈ മാസം ബ്രോൺസ് സെലക്ടർ എന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നല്ലൊരു ടീമിനെ തന്നെ നയിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹർഷ മേഡത്തിൻ്റെ എക്സ്പീരിയൻസ് കേൾക്കാൻ വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം ഹർഷ മേഡം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും കുറച്ച് പേർക്ക് എന്നെ അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഞാൻ MC ഒക്കെ എടുത്ത് ചെയ്യലുണ്ട്. അപ്പൊ എന്റെ പേര് ഹർഷ, കണ്ണൂർ തലശ്ശേരി എന്നാണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ ഞാൻ കണക്ട് ആയിട്ട് 6 മാസം ആവുന്നു. അപ്പോൾ ഇനിയിപ്പോ അടുത്ത ഏപ്രിൽ ആകുമ്പോൾ 7-ാം മാസം ആവുന്നു. അപ്പോൾ എന്താ പറയാ, ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ ഞാൻ ഇരിക്കുന്നത്. ഇത് സ്റ്റാർട്ടിങ് തൊട്ട് പറയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ പറയുന്നത് ദൈവത്തിനോട് നന്ദി പറയണം എന്നാണ്. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എനിക്ക് ചുവട് വെക്കാനുള്ള ഒരു മനസ്സ് തോന്നിയതിന് തന്നെ ദൈവത്തിനോടാണ് ആദ്യം നന്ദി പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഒരു ജോലി പുറത്തെവിടെയും നാട്ടിലെവിടെയും ജോലി കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ ഞാൻ നോക്കിയതാണ്. പക്ഷെ എന്താ പറയാ, എല്ലാത്തിനും ഫ്ലോപ്പ് ആവുമെന്നല്ലാണ്ട് ഒന്നിലും ഞാൻ എനിക്ക് കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോ അങ്ങനെ വിചാരിച്ചപ്പോ ഈ വെസ്റ്റേജിൽ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്റെ അപ്ലൈ ആയ സുമൈ സാർ ആയിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയത്. എങ്കിലും സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയത്തും എനിക്ക് കാര്യമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു വലിയൊരു ഇത്രയും ലോങ്ങിലേക്ക് ഞാൻ എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ഓൺലൈനിൽ ഞാൻ നോക്കിയതാ. കാരണം അവർക്ക് മോനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പുറത്ത് ജോലിക്ക് പോയിക്കൂടാ. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമാണല്ലോ. സെയിം അത് തന്നെയാണ് ഞാനും ചിന്തിച്ചത്. ഫിനാൻഷ്യലി ആരടുത്തും നമ്മുടെ സ്വന്തം കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ പല ഓൺലൈനിൽ ഞാൻ കയറിയിട്ടുണ്ട്. യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് പൈസ നഷ്ടമാവുമെന്നല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു വെസ്റ്റേജിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എനിക്ക് ദയവായിട്ട് കൊണ്ടുവന്നത് എന്താണെന്നറിയില്ല. എനിക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു നഷ്ടവും തോന്നിയിട്ടില്ല ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോ. അപ്പോ എന്താ പറയാ, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ ഒരു കയറിയപ്പോ വിത്തിൻ 2 മന്ത് കൊണ്ട് എനിക്ക് 8%, അല്ല 1 മന്ത് കഴിഞ്ഞ് സെക്കൻഡ് മന്തിൽ എനിക്ക് 8% ഫാസ്റ്റ് സ്റ്റാർട്ടിലേക്ക് എത്താൻ പറ്റി. അപ്പോ ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റൂന്ന് എനിക്ക് ഇതുവരെ വിചാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്ട്സ്, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം തന്നെ ഫാസ്റ്റ് സ്റ്റാർട്ടിലേക്ക് എത്താൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ടീംസ് വരാൻ തുടങ്ങി. അങ്ങനെ 12% എത്തി. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു വേദിയിൽ എനിക്ക് ബ്രോൺസ് ആവാനും പറ്റി. ഒരുപാട് എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഏതൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിൽ എനിക്ക് നല്ല ടീം സപ്പോർട്ട് ഉണ്ട്. ടീം സപ്പോർട്ട് ആയിക്കോട്ടെ, നമ്മളുടെ അപ്ലൈനും നമ്മുടെ മെന്ററും അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും യാതൊരു ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. നമ്മൾ സ്വന്തം ബിസിനസ്. അപ്പോ ഞാൻ ഇതിൽ കംപ്ലീറ്റ്ലി ബിസി ആയി. അപ്പോ പുറത്തുള്ള ആൾക്കാർ ഒരുപാട് പേര്
എൻ്റെ അടുത്ത് ഇതില് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ബന്ധുക്കളായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, എന്തുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പോലും അങ്ങനെ തന്നെയായിരുന്നു. എപ്പോഴും സ്വന്തം അമ്മ പോലും നെഗറ്റീവ് പറഞ്ഞതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്. എങ്കിലും ഇത് ഞാൻ ബാക്കോട്ട് വരാണ്ട് എന്നെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ മെന്ററായ ഷാജി മീത്തൽ സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മീറ്റിംഗ്, അതുപോലെ തന്നെ സാർ പറഞ്ഞ ഓരോ കാര്യങ്ങള് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോഴും സാർ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്, സത്യസന്ധമായ ഓരോ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിന്നിംഗ് ടീംസിലുള്ള ലീഡേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരുടെയൊക്കെ ഇതുപോലെയുള്ള വേദിയില് നമ്മള് ഓരോ ലീഡേഴ്സ് വേദിയിൽ പറയുന്നുണ്ടല്ലോ അവരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ പറയുമ്പോൾ ശരിക്കും ഏതൊരു സാധാരണ ആൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാം. എന്റെ ഷാജിറും അതുപോലെ തന്നെ എന്റെ അപ്ലൈൻ ആയ സുമേഷ് സാറ് നല്ല രീതിയിൽ എന്നെ ഗൈഡ് ചെയ്തു, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ എന്റെ ടീം മെമ്പേഴ്സ്. അപ്പോ എല്ലാവർക്കും എന്താ പറയാ, താങ്ക് യു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് വാക്കുകൾ കിട്ടാനില്ല. അപ്പോ നല്ലൊരു ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്ന റാങ്ക് പിൻ ലെവലാണ്. 16 ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്കാണ് ഞാനിപ്പോ എത്തിയിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഷാജി സർ ആൻഡ് സുമേഷ് സർ ആൻഡ് മൈ ടീം മെമ്പേഴ്സ് ആൻഡ് എന്താ പറയാ, ഫോർ ബീങ് മൈ സ്ട്രെങ്ത് ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ഫോർ ദിസ് ജേർണി. പിന്നെ അത്രയും സാർ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് പറയണമെന്ന് വിചാരിച്ചു, ബട്ട് വാക്കുകൾ കിട്ടുന്നില്ല. ബട്ട് സോ ഹാപ്പി. എങ്കിലും എനിക്ക് ഇനിയും മുന്നോട്ട് എത്തണമെന്നുള്ള ഒരുപാട് ആഗ്രഹം എനിക്കുണ്ട്. താങ്ക് യു ഓൾ ആൻഡ് വിഷ് യു വെൽത്ത്. താങ്ക് യു ഹർഷ. ഒരുപാട് പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വലിയൊരു പിന്നിലേക്ക് പോയിട്ട് നമുക്ക് അടുത്തൊരു വലിയൊരു സെഷൻ തന്നെ നമുക്ക് തരാം, ഫുൾ സെഷൻ തരാം. എനിവേ നമുക്ക് ഹർഷയുടെ എക്സ്പീരിയൻസ് കേട്ടില്ലേ, 6 മാസമായിട്ട് വന്നിട്ടുള്ളൂ എങ്കിലും തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോയത്. അവർ ഓട്ടോമാറ്റിക് പറഞ്ഞല്ലോ, വീട്ടിൽ നിന്നുണ്ടായ നെഗറ്റീവ്, സമൂഹത്തിൽ നിന്നുള്ള നെഗറ്റീവ് അവരെ പിന്തിരിപ്പിക്കാതെ ദൈവം അവർക്കൊരു ഇത് ചെയ്യണം എന്നുള്ള ഒരു ഇത് മനസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എല്ലാവരും പറഞ്ഞ പോലെ വെസ്റ്റീജ് ബിസിനസ് ദൈവ നിയോഗമുള്ളവർക്ക് മാത്രമേ തിരിച്ചറിയത്തുള്ളൂ, അല്ലാത്ത ആൾക്കാർക്ക് ഇത് കളഞ്ഞിട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളോടൊപ്പം ആരെങ്കിലും എന്ന് ഈ ബിസിനസ് കേട്ടിട്ട് നോ എനിക്ക് താല്പര്യമില്ല പറഞ്ഞിട്ട് അവരോട് ദേഷ്യം തോന്നരുത്. കാരണം ദൈവം അവർക്ക് അങ്ങനെ ഒരു യോഗം കൊടുക്കാത്തതുകൊണ്ട് മാത്രമായിട്ട് കരുതിയാൽ മതി. അവർ നോ പറയുമ്പോൾ കൈ കൊടുത്ത് പറയും, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഒരിക്കലും ഇത് ചെയ്യേണ്ട യോഗം ദൈവം തന്നിട്ടില്ല, താങ്ക് യു, നമുക്ക് പിന്നെ കാണാൻ പറഞ്ഞിട്ട് കൈ കൊടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിടന്നാൽ ഉറക്കം വരത്തില്ല. ആ രീതിയിലാണ് നിങ്ങൾ ആൾക്കാരോട് റിപ്ലൈ കൊടുക്കേണ്ടത് കേട്ടോ. എനിവേ വീഡിയോ ഓണാക്കട്ടോ. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർ വീഡിയോ ഓണാക്കിയാലേ ഇൻവൈറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഞാൻ ആരോട് സംസാരിക്കാൻ പറഞ്ഞവരൊക്കെ വീഡിയോ ഓണാക്കുക. അടുത്ത ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ആരെയാണ്? വീഡിയോ ഓണാക്കുന്നില്ലല്ലോ. ആരാണ്? ഓക്കെ, നമുക്ക് ഷാവുൽ സാറിനെ വിളിക്കാം. ഷാവുൽ സാർ വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് മന്ത് നമ്മൾ ഈ മാർച്ച് മാസം ഗോൾഡ് ഡയറക്ടർ ആയിരിക്കുന്ന ഷാവുൽ സാറ് ഒരു അടിപൊളി ലീഡർ, ഒരു പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ്. ഒരുപാട് നെറ്റ്വർക്കിലൊക്കെ ചെയ്ത് അവിടെ ഒന്ന് വിജയിക്കാൻ സാധിക്കാത്തപ്പോൾ അവസാനത്തെ പിടിവള്ളി പോലെ നമ്മളെ ബസ്സിലാണ് കയറിയത്. വെസ്റ്റീജ് എന്ന ബസ്സിൽ അദ്ദേഹം കയറിക്കൊണ്ട് ഇന്നിപ്പം ഗോൾഡ് ഡയറക്ടറും അതുപോലെ വലിയൊരു ടീമിന്, എനിക്കൊന്ന് വലിയൊരു 6 ഓർഗനൈസേഷന് അദ്ദേഹത്തിനുണ്ട്, വലിയൊരു ടീം തന്നെയുണ്ട്. വലിയൊരു പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ മറ്റുള്ള എക്സ്പീരിയൻസും വെസ്റ്റിയും തമ്മിൽ വ്യത്യാസമൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? ഷാഹുൽ സാർ പ്ലീസ് വെൽക്കം. കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഓൾ. താങ്ക് യു സർ. എൻ്റെ പേര് ഷാഹുൽ, സ്ഥലം കോഴിക്കോട്. അപ്പൊ ഞാൻ ഈ മാസം ഒരു 18 ഡേറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ഗോൾഡിലെത്തി. ഗോൾഡിലെത്താൻ കാരണം ഞാൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തല്ല, എൻ്റെ ടീം സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇവിടെ എത്തിയത് തന്നെ. അപ്പോൾ ടീമിനെ ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ ഷാജി സാറോട് ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ ഞാൻ
കുറെ കമ്പനികൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 5-8 കമ്പനിയോളം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കിട്ടാത്ത സംഭവങ്ങളൊക്കെ എനിക്ക് ഇതില് ഫാസ്റ്റായിട്ട് ടീം ഡെവലപ്പ് ആക്കാനും പറ്റി. പിന്നെ മറ്റുള്ള കമ്പനികളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കേജുകൾ എടുത്ത് ജോയിൻ ചെയ്യണ പ്ലാറ്റ്ഫോമാണ് ഉണ്ടാകുന്നത്. അപ്പം പാക്കേജുകൾ എടുത്ത് ജോയിൻ ചെയ്യണ കമ്പനി ആകുമ്പോൾ നമുക്കൊരിക്കലും ഫാസ്റ്റായിട്ട് ടീം ഡെവലപ്പ് ആക്കാൻ പറ്റില്ല. ഞാൻ ഈ വെസ്റ്റീജ് പറഞ്ഞ കമ്പനിയിൽ ജോയിൻ ചെയ്ത് തന്നെ ഞാൻ ഈ കമ്പനീനെ പറ്റി 2 വർഷത്തോളം ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. പഠിച്ചതിന് ശേഷം ജോയിൻ ചെയ്ത് കാരണം കമ്പനിയുടെ പ്ലാൻ പിന്നെ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഡയറക്റ്റ് നമ്മൾ ഒരുമിച്ച് ഒരു 5 ആള് ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തത്. എൻ്റെ മോളില് 2 പേരുണ്ട്, ഷാഫി സാറും റിയാസ് ഖാൻ സാറും. പിന്നെ എൻ്റെ താഴെ ഷമീറ മാഡം ഉണ്ട്, ഷമീർത്ത് മാഡം. പിന്നെ അതിൻ്റെ താഴെ ഒരു സിദ്ദീഖ് സാറുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇതിൽ ഐഡിയ അടിച്ചതും. പക്ഷെ ഓരിൻ്റെ മുന്നായി പോയതാണ്. പക്ഷെ ഓരിൻ്റെ മുന്നായത് ഓർക്ക് നല്ല ഗുണം കിട്ടി. അത് എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എന്താ പറയുക, അവരെ വിജയിപ്പിക്കണം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ ആളാണ്. കാരണം കുറെ കമ്പനികൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഷാഫി സാർ ഒരു 10 കമ്പനിയോളം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ മൂപ്പരെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത് ടീം സെറ്റാക്കാം, നമുക്ക് രക്ഷപ്പെടാന്ന് പറയും. അങ്ങനെ ഷാഫി സാർ ഇപ്പോൾ ഫുൾ ബിസിയാണ്. അപ്പോൾ മൂപ്പർക്ക് ഇന്നാലും 1 സൈഡ് ഞാൻ ബിൽഡപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൂപ്പര് വന്നിക്കാണെങ്കിൽ ഒന്നുകൂടി കട്ടക്ക് നമുക്ക് ഗെയിം സെറ്റാക്കാനേ. പിന്നെ ചോദിച്ചാല് എനിക്ക് ഇതില് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഫുള്ള് ഓൺലൈനാണ് വർക്ക്. ഞാൻ മറ്റുള്ള കമ്പനികളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓഫ്ലൈനാണ് വർക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞാൻ അതിൻ്റെ ശേഷം ഓഫ്ലൈൻ വർക്കും ഓൺലൈനിൽ ചെറിയ ഓൺലൈനും വർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് ഫുൾ ടൈം ഓൺലൈനായിട്ട് എനിക്ക് ഫാസ്റ്റായിട്ട് കേരളത്തിൽ നിന്ന് 14 ജില്ലയിൽ നിന്ന് എനിക്ക് ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാസ്റ്റായിട്ട് കാരണം പറഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് തന്നെ എൻ്റെ ടീമിൽ 1000-ഓളം ആൾക്കാർ എൻ്റെ ടീമിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമുക്ക് ഓൺലൈനിലും ചെയ്യാം, അതില് ഓഫ്ലൈനും ചെയ്യാം. കാരണം ഓഫ്ലൈനിൽ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കണ്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു വിശ്വാസം കൂടുതൽ വരും. അപ്പൊ നമുക്ക് ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടാല് അവരെ നമുക്ക് ടീം ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നല്ല സുഖമാണ്. നമുക്ക് ഇതിലാകുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ ഒരു മീറ്റിങ്ങിൽ ഉണ്ടോ എന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ ഓഫ്ലൈനിലാവുമ്പോ നമ്മൾ സായി സാറോട് സാർ അപ്ലൈ പറഞ്ഞാണ് അതിന്റെ ഗുഡൻസ് കിട്ടുള്ളൂ. ഞാൻ സായി സാറ് വരാൻ കത്തിക്കാണ് ഓഫ്ലൈൻ പാടി വർക്ക് ചെയ്യാൻ. ഞാൻ സായി സാറും പാടി എന്നിട്ട് കേരളം മൊത്തം നമുക്ക് ഇറങ്ങി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഗോൾഡ് എന്ന പിന്നിലെത്തിയത് ഞാൻ ഫസ്റ്റിന്റെ ടീമില് 8% ആവാനുള്ള അവരെ ഞാൻ ഫാസ്റ്റായിട്ട് 8%. അപ്പൊ ഞാൻ ഈ മാസം എൻ്റെ ടീമില് ഒറ്റ ലെഗ് 5 ആൾക്കാരെ ഞാൻ 8% ആക്കിയിട്ടുണ്ട്. പിന്നെ 12 ഉള്ളവരെ 12 ആക്കിയിട്ടുണ്ട്. ബ്രോൺസ് എത്താൻ നിൽക്കുന്ന ആളെ ബ്രോൺസ് ആക്കി. അങ്ങനെ ഞാൻ ഗോൾഡിലെത്തി എൻ്റെ 2ാമത്തെ ലെഗിൽ. ഫസ്റ്റ് ലെഗിൽ ഞാൻ ആക്കിയതാണ്. അങ്ങനെ ആക്കിയതാണെങ്കിലും അവരെ നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ഡെവലപ്പ് ആക്കുമ്പോഴാണ് അവർക്ക് ഡെവലപ്പ് ആക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് വരുമാനം വാങ്ങി കൊടുക്കുമ്പോഴാണ്, താഴെയുള്ളവർക്ക് വരുമാനം വാങ്ങി കൊടുക്കുമ്പോഴാണ് നമ്മളെ ടീം ഫാസ്റ്റായിട്ട് ഗ്രോത്തിൽ പോവുള്ളൂ. പിന്നെ അവർക്ക് വരുമാനം വരുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ഒരു വർക്ക് എടുക്കില്ലേ. അപ്പൊ നമ്മളൊന്ന് ടീം ഒന്നും കൂടി ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ ബ്രോൺസ് എന്ന ഇത് അച്ചീവ് ചെയ്യാൻ എൻ്റെ താഴെയുള്ള ഒരാൾക്ക് ലീഡർക്ക് കഴിഞ്ഞു. അതും നമ്മളെ ടീമില് എൻ്റെ ടീമില്
ഒരു 10-ാം തീയതി ആയപ്പോൾ 800 PV ഉള്ളായിരുന്നു. 18-ാം തീയതി ആയപ്പോത്തിന് ആ ലെഗില് 2117 57 എന്തോ PV പെട്ടെന്ന് കയറുന്നു. അപ്പോൾ ഓരും വിചാരിച്ചിട്ടില്ല ഞാൻ ഈ മാസം ആവുമോ ബ്രോൺസ് ആവുമോ. അത് ഞാൻ പറഞ്ഞു ബ്രോൺസ് ആവും, നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വർക്ക് കൊടുക്കണ്ട, സെറ്റാക്കി അറിയും. അങ്ങനെ ബ്രോൺസ് എത്തി. ഞാൻ 18-ാം തീയതി ആകുമ്പോഴത്തേന് ഞാൻ ഒരു ബ്രോൺസായി, ഞാൻ ഗോൾഡായി. ഇതാണ് ഇത്ര ചെയ്യാനുള്ള സംഭവം. ഇത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ വർക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതും കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ വർക്ക് എടുക്കണം. അല്ലാതെ നിങ്ങൾ ഇന്ന് വർക്ക് ചെയ്ത് പിന്നെ അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് വർക്ക് എടുത്താൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഷാൾ സാർ. ഷാൾ സാറിന്റെ പ്രത്യേകത, അദ്ദേഹം ജോയിൻ ചെയ്ത് അന്നോട്ട് ഇന്ന് വരെ ലീവ് എടുക്കാത്ത വ്യക്തിയായി, ബിസിനസ്സിൽ നിന്ന് മാറിയിരിക്കാത്ത വ്യക്തിയാണ് കേട്ടോ. അതാണ് അദ്ദേഹം പറഞ്ഞ കണ്ടിന്യൂ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹത്തിന് ഏത് പിന്ന് വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രത്യേകത എന്താ അറിയാം, നമ്മൾ പല ആൾക്കാർ ഈ ബിസിനസ്സിൽ ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് വോളിയും ടീമില്ലാതെ ചലഞ്ചസ് ഒക്കെ അദ്ദേഹത്തിന് പല ആൾക്കാർക്കും വരാറുണ്ട്. ഇദ്ദേഹത്തിന് ഏത് പിൻ അച്ചീവ് ചെയ്താലും സൈഡ് സെറ്റാണ്. അത്രയ്ക്കും വലിയ ടീം സെറ്റാക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂ ഉള്ള വർക്ക് കൊണ്ടാണ് കേട്ടോ. എനിവേ, ഞാൻ അധികം സമയം കളയുന്നില്ല. ഞാൻ അടുത്ത് ഇൻവൈറ്റ് ചെയ്യുന്ന അലീമ മാഡത്തിനെയാണ്. ഷാഹുൽ സാറിന്റെ ടീമിൽ തന്നെയുള്ള അലീമ മാഡം ബ്രോൺസ് ഡയറക്ടർ ആയപ്പോഴാണ് ഷാഹുൽ സാർ ഗോൾഡ് ഡയറക്ടർ ആയത്. അതുകൊണ്ട് അലീമ മാഡത്തിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ. വെൽക്കം അലീമ മാഡം. അൺമ്യൂട്ടാക്കും. ഓക്കെ. ഞാൻ പാലക്കാട് മണ്ണാർക്കാടാണ് എൻ്റെ സ്വദേശം. ഞാൻ 10 മാസമായി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടില് ഹസ്ബൻഡ് നാട്ടിലില്ല, മോളെ കല്യാണം കഴിഞ്ഞു, ചെറിയ മാഞ്ചു കോളേജിൽ പോകും. അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ഇങ്ങനെ വെറുതെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതാണ്. ഇങ്ങനെ വീട്ടു ജോലി വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പിന്നെ പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കണ്ട് വെറുതെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിനു ശേഷം അങ്ങനെ നോക്കുമ്പോൾ ഷാഹുൽ സാറായിരുന്നു. അങ്ങനെ ഷാഹുൽ സാർ പറഞ്ഞ് ഞാൻ അങ്ങനെ മീറ്റിംഗ് ജോയിൻ ചെയ്ത് ഒരാഴ്ചയോളം മീറ്റിംഗ് കിട്ടു. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, ഒന്ന് ജോയിൻ ചെയ്ത് എങ്ങനെയുണ്ട് നോക്കട്ടെ പറഞ്ഞപ്പോൾ ഷാഹുൽ സാർ എന്നോട് പറഞ്ഞു ഈ കുറച്ച് സാധനങ്ങൾ എണ്ണയും കുക്കിംഗ് ഓയിലൊക്കെ ഞാൻ വാങ്ങിച്ചു. എന്നോട് സാറ് പറഞ്ഞെല്ലാം ക്ലിയർ ആക്കി, കടയിലേക്കുള്ള ബില്ലും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി തന്ന്. അന്നത് എനിക്ക് ഫസ്റ്റ് നമ്മളിത് എടുക്കുമ്പോൾ അതിന് പൈസ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഞാൻ വെറുതെ പോയി ഒരു കുക്കിംഗ് ഓയിലും പേസ്റ്റ്, ചായപ്പൊടി, അങ്ങനെ 1-2 മൂലം സാധനങ്ങൾ വാങ്ങിച്ച വീട്ടിൽ കൊണ്ടുവന്ന് നേരാക്കി ഉപയോഗിച്ച് നോക്കും. നല്ല ടേസ്റ്റും കാര്യങ്ങൾ തോന്നി. ആ സമയത്ത് വലിയ പെരുന്നാളായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് പറയാം, അതൊന്നും പകുതി കുക്കിംഗ് ഓയിലും കൂടെ എൻ്റെ വീട്ടിൽ പോയി നമ്മൾ പെരുന്നാൾക്ക് എന്തായാലും ബിരിയാണി വെക്കുമല്ലോ. പിന്നെ ഷാഹുൽ സാർ പറഞ്ഞു ബിരിയാണിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 1 ലിറ്റർ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ ബിരിയാണി വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് കുക്കിംഗ് ഓയിൽ നല്ലൊരു ഓഫർ വന്ന് വീട്ടിൻ്റെ അവിടെ നിന്ന്, വീട്ടിലെ ഞങ്ങളെ 2 വീടുണ്ട്, 2 നിന്ന് വാങ്ങിച്ച്. പിന്നെ അവിടെ താത്ത വന്ന് അവർ സ്ഥിരം ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു അത്ര. അപ്പൊ ഈ എണ്ണ കണ്ടപ്പോൾ അവർ ചോദിച്ചത് എവിടുന്ന നിനക്ക് കിട്ടിയ എങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളിത് ആദ്യമായി ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണല്ലോ, ഇത് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്നില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ആയിക്കോട്ടെ ഞാൻ എത്തിച്ചു തരാം പറഞ്ഞു. അങ്ങനെ വീട്ടിൽ എനിക്കൊരു 4 കുപ്പി 5 കുപ്പി എണ്ണൊക്കെ ഓർഡർ വന്നു. പിന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ 2-3 പേരോട് പറഞ്ഞിങ്ങനെ കൊളസ്ട്രോൾ കുറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരോടൊക്കെ ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊക്കെ അങ്ങനെ എൻ്റെ കുക്കിംഗ് ഓയിൽ വാങ്ങിച്ചു. ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ എല്ലാവർക്കും നല്ല മാറ്റം തോന്നി. അപ്പൊ ഞങ്ങൾ അയൽക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതില് സ്ഥിരം വാങ്ങിക്കുന്ന ഒരാൾ പറഞ്ഞു എൻ്റെ കൊളസ്ട്രോൾ ഒക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട് ഇതിൽ കയറിയ ഈ ഇതുപോലെ കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ മറ്റുള്ള ആൾക്കാരും വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസം ഒരു 10-12 ബോട്ടിൽ എനിക്ക് കുക്കിംഗ് ഓയിലിന് ചിലവ് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം പിന്നെ ഞാൻ എൻ്റെ നാത്തൂൻ്റെ മുഖത്ത് നിറച്ച് കറുത്ത കുത്തുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവളോട് ഞാൻ പറയാം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ട്, നീ വെറുതെ ഒന്ന് ജസ്റ്റ് ഉപയോഗിച്ച് നോക്ക് കാരണം. അങ്ങനെ അവൾക്ക് ഞാൻ ഈ പച്ച സോപ്പ് കൊടുത്തു കഴിഞ്ഞ് അവൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവളെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം തോന്നി. അപ്പൊ എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ സാറോട് ചോദിച്ചിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു നീ ആദ്യം ഒന്ന്, ഷാഹി സാറ് പറഞ്ഞു എനിക്ക് എന്ത് ഞാൻ കാര്യം ചോദിച്ചാൽ അപ്പൊ നമുക്ക് റിപ്ലൈ കിട്ടും. അതുപോലെ തന്നെ ഷാഹി സാറും ഞാൻ എപ്പോഴും ഓരോ കാര്യങ്ങളാണെങ്കിലും ഞാൻ സ്വന്തം എൻ്റെ ആളുകളെ പോലെ ആങ്ങളെ പോലെയൊക്കെ എപ്പോഴും ഷാഹി സാറോടും കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. അപ്പൊ ഷാഹി സാർ എന്നോട് പറഞ്ഞു നീ നീം സോപ്പ് ഒന്ന് കൊടുത്തു നോക്ക് കാരണം. ഞാൻ അങ്ങനെ അവളോട് ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചൊരു 5 മിനിറ്റ് ഒക്കെ തേച്ച് വെച്ച് പിന്നെ ഞങ്ങൾ അവളെ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പച്ച സോപ്പിന് ഒരുപാട് ഇതായി. ഒരു 30 സോപ്പും ഒരു മാസം എനിക്ക് ചിലവ് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നീം പേസ്റ്റ് ആയി. അങ്ങനെ നീം പേസ്റ്റ്, പച്ച സോപ്പ്, പിന്നെ കുക്കിംഗ് ഓയിൽ
പിന്നെ അതിന് നന്നായി എനിക്ക് പൗഡർ ഇപ്പോഴും ഉണ്ട് എന്നുണ്ട്. ഇപ്പൊ ഒന്നും ഞാൻ ആരോടും പറയില്ല എന്നോട് ഇന്നതുണ്ടോ ഇന്ന സാധനം ഉണ്ടോ വെച്ചാൽ ഇന്ന് പോലും ഓരോരുത്തർ വരും ചോദിക്കും വാങ്ങിച്ചോടും. അപ്പൊ ഞാൻ ഇന്ന് സ്ഥിരമായിട്ട് വീട്ടില് എല്ലാതും സ്റ്റോക്ക് ആക്കി വെക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഈ ഫ്രീ പ്രൊഡക്റ്റ് ഫസ്റ്റത്തെ മാസം തന്നെയാണ് 200 സംതിങ് PV. എനിക്ക് അറിയില്ല എങ്ങനെ 300 PV എടുത്തു കഴിഞ്ഞാൽ 8% കയറും, അതൊന്നും എനിക്കറിയില്ല. മീറ്റിംഗ് ഇങ്ങനെ കേൾക്കും, 2 മണിക്കും കേൾക്കും, രാവിലെ കേൾക്കും. CP ഞാൻ എന്നും കേൾക്കും. ഉച്ചക്ക് ഉള്ള 2 മണിക്കുള്ള മീറ്റിംഗ് കേൾക്കും, വൈകുന്നേരം 9 മണിക്ക് കയറും. 5 മണിക്ക് അങ്ങനെ കയറാണ്ടാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പിന്നെ 8% എന്നോട് ഷാജ് സാർ പറഞ്ഞു, അലീമാക്ക് 220 PV വന്നിട്ട് ഒരു 80 PV കൂടെ ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർട്ട് കിട്ടും പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അന്ന് 27-ാം തീയതിയാണ്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് കടയിലത്തെ നമ്പർ ഉണ്ടായിരുന്നു, കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് അഗ്രി പ്രൊഡക്റ്റ് വീട്ടില് ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ അങ്ങനെ അതിൽ അഗ്രി പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കവുങ്ങിനൊക്കെ നന്നായിട്ട് പിന്നെ ഫലങ്ങൾ ഉണ്ടാവും, അല്ല അടക്കൊക്കെ നന്നായി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മാനോട് ചോദിച്ചു. അങ്ങനെ ഉമ്മയും പറഞ്ഞു ഒന്ന് വാങ്ങിക്കുക പറഞ്ഞു. പ്രാവശ്യം എന്റെ നല്ല കാലത്തിന് എൻ്റെ ഉമ്മക്ക് തോട്ടത്തിൽ വളം ഇടാനുള്ളത് വളം മേടിപ്പിച്ച് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ ഉമ്മാക്ക് ഈ അഗ്രി പ്രൊഡക്റ്റുകളെല്ലാം വാങ്ങിച്ച ആ ഒറ്റ മാസം കൊണ്ട് എനിക്ക് പെട്ടെന്ന് അഗ്രി പ്രൊഡക്റ്റും വാങ്ങിച്ച് അങ്ങനെ എനിക്ക് ആ മാസം 8% പെട്ടെന്ന് ആവാൻ കഴിഞ്ഞു. അങ്ങനെ പിന്നെ എൻ്റെ ഏട്ടത്തി ആയിക്കോട്ടെ, അങ്ങനെ ഏട്ടത്തി ഉമ്മി നല്ല ഹെൽപ്പായിരുന്നു. ഹസ്ബൻഡിനോട് ഇന്നും ഞാൻ സത്യം പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിലൊരു ആഗ്രഹം എന്താ വെച്ചാൽ ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോഴത്തേ എനിക്ക് 15 രൂപയെങ്കിലും മാസം വരുമാനം കിട്ടണം. ആ ഒരു ഉദ്ദേശത്തിന് മൂപ്പർക്ക് അറിയും ഞാൻ എന്തൊക്കെ ചെറിയ ചെറിയ ഇടപാടും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയും, പക്ഷെ ഇന്നതാണ് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ ഓൺലൈനായിട്ട് എന്തെങ്കിലും ചെയ്യും കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ സത്യം ഇന്നും മൂപ്പർക്ക് അറിയില്ല. അപ്പൊ മക്കൾക്ക് അറിയും, മക്കളും അതുപോലെ എൻ്റെ പേരക്കുട്ടിയുണ്ട്, ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ ഹെയർ ഓയിൽ പിടിച്ച് അതിനെങ്ങനെ പിന്നെ ഇത് നമ്മുടെ കുട്ടികൾ പരസ്യം കാണിക്കില്ലേ, അവിടെ ഹെയർ ഓയിൽ പിടിച്ചിട്ടും കാലിന് എൻ്റെ കാലില് പിന്നെ ഫുഡ് ക്രീം തേച്ച് തരുമ്പോൾ അതിന്റെ പരസ്യം പറയും. അത് നമ്മളെ ഒരു പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ വന്നിരുന്ന ഒരു പെൺകുട്ടി തുളസി ഡ്രോപ്സ് ഉപയോഗിച്ചിട്ട് മാറിയതും തലയിൽ ഹെയർ ഓയിൽ ഉപയോഗിച്ച് മാറിയതിന്റെ ഒരു പരസ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അത് അവൾ സ്വന്തമായി കാണും ചെയ്യും, അതുപോലെ അവൾ ഇപ്പോഴും അത് പറയും. അപ്പൊ അങ്ങനെ വീട്ടിലെല്ലാവർക്കും നല്ലതാണ്, കുട്ടികളായാലും. പിന്നെ എനിക്ക് ഫെയർനെസ് ക്രീം ഫേസ് വാഷ് അത് നല്ല ഓർഡറാണ്. എന്താ വെച്ചാൽ എൻ്റെ ചേച്ചിക്ക് 15 വയസ്സ് മുതൽ മുഖത്ത് നിറച്ച് മോക്കുരായിരുന്നു. പക്ഷെ അവൾ ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ട്. അവൾ ഹസ്ബൻഡ് പാലക്കാട് മൊത്തം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ആയിട്ടും തന്നെ അവൾക്ക് മുഖത്തത്തെ അടയാളങ്ങൾ, കുരുക്കൾ പോയിട്ടുണ്ടെങ്കിൽ അടയാളം പോയിരുന്നില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഷാൾ സാറോട് ചോദിച്ചപ്പോൾ ഷാൾ സാറ് പറഞ്ഞു അവർക്ക് വേറെ റിസൾട്ട് കിട്ടിയതാണ്, നീ ഇതൊന്നും ഉപയോഗിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഫേസ് വാഷ് ഞാൻ അവൾക്ക് വാങ്ങിച്ച് അവളുടെ മുഖം നന്നായി ക്ലീനായി. അത് കണ്ടിട്ട് ഇപ്പൊ എൻ്റെ നാത്തൂന് അത് നല്ല ഓർഡറാണ്. അങ്ങനെ എൻ്റെ ബിസിനസ് നല്ലതിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഞാന് ബ്രോൺസായി. ഇപ്പൊ ഷാൾ സാറ് പറഞ്ഞ ആള് ഞാനായിരുന്നു. 10-ാം തീയതി വരെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം അതിന്റെ മുമ്പത്തെ മാസമൊക്കെ എങ്ങനെയെങ്കിലും കയറും കരുതി ബ്രോൺസൊക്കെ എത്തിയില്ല. 10-ാം തീയതി ആയത് നോക്കുമ്പോൾ 800 സംതിങ് PV ഉള്ളൂ. ഷാൾ സാറിനോട് ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം എനിക്കൊന്നും സാധിക്കില്ല, ഇപ്രാവശ്യം കയറാൻ പറ്റില്ല, പിന്നെ പെരുന്നാളും നോമ്പൊക്കെ അല്ലേ, എല്ലാവരുടെ പൈസ കുറവാണ് പറഞ്ഞു. എന്നെ നല്ല കാലത്തിന് വുമൻസ് ഡേ ഒക്കെ ഒരു ഗ്രീൻ ID ഇറങ്ങി. അപ്പൊ അത് ഇറങ്ങിയപ്പോൾ എന്നോട് ഷാജ് സാറ് എന്നോട് മെസ്സേജ് വിട്ടു, ഈ മാസമെങ്കിലും ബ്രോൺസ് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നോക്കട്ടെ പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ എനിക്ക് ഗ്രീൻ IDയിൽ എടുക്കാനുള്ള കപ്പാസിറ്റി അന്ന് എൻ്റെ കയ്യിലില്ല. നമ്മൾ പെട്ടെന്ന് വേറൊരാളുടെ ഇതിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ 10-ാം തീയതി 11-ാം തീയതി 12-ാം തീയതി ഉള്ള ഡേറ്റ് 14-ാം തീയതിക്ക് ഗ്രീൻ IDക്ക് നീട്ടി കിട്ടി. 2 ദിവസം കൂടെ നീട്ടി കിട്ടിയോടുകൂടെ പിന്നെ ഷാൾ സാർ എന്നോട് അത് 13-ാം തീയതി രാവിലെ പറഞ്ഞു, പിന്നെ ഗ്രീൻ ID 2 ദിവസത്തിനും നീട്ടിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒന്നും ആലോചിച്ചില്ല. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ അനിയന്റെ ഭാര്യ പറഞ്ഞിരുന്നു അവൾക്ക് ഞാൻ അതിൽ ചേരാം, അപ്പൊ അവളെ മകളെ പ്രസവത്തിന് വന്നിരിക്കുകയാണ്, അപ്പൊ അത് പ്രസവം കാര്യം കഴിയട്ടെ എന്നിട്ട് ഞാൻ അതിൽ ചേരാന്ന്. അപ്പൊ എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോ അവർക്കൊക്കെ പലർക്കും കയറാൻ തുടങ്ങണമെന്നുണ്ട്. അപ്പൊ അവളെ എന്നോട് ഇവിടെ വന്നപ്പോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവളെ അടുത്തുനിന്ന് പിന്നെ അവളെ ആധാർ കോപ്പിയും കാര്യങ്ങളും വാങ്ങി പെട്ടെന്ന് ഷാൾ സാറിന് അയച്ചു കൊടുത്തു. പെട്ടെന്ന് അവളെ പേരിൽ ഞങ്ങള് ഗ്രീൻ ID എടുത്തു. അതിന് ഞാൻ തന്നെ പർച്ചേസ് ചെയ്തു. 200 PV പർച്ചേസ് ചെയ്ത് അങ്ങനെ 300 PV കയറി. അതിനോണ്ട് പിന്നെ അന്ന് ആ 14-ാം തീയതിയുടെ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് 2000-ന്റെ അടുത്ത് എത്തി. അപ്പൊ പിന്നെ സമാധാനം 1850 PV എങ്ങാനും 14-ാം തീയതി ഞങ്ങൾക്ക് കയറി. പിന്നെ ഷാൾ സാർ അങ്ങനെ മെസ്സേജ് വിടും ഇത്ര കയറി പറഞ്ഞു. ഷാൾ സാർ നല്ല സപ്പോർട്ട്, അതിനേക്കാട്ടും മേലെ പറഞ്ഞ ഷാജി സാറിന്റെ സപ്പോർട്ട്. എന്തൊരു കാര്യം ആയിക്കോട്ടെ ഒരു ഒറ്റ മെസ്സേജ് വിട്ടു കഴിഞ്ഞാൽ ഉടനടി റിപ്ലൈ എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഞാനിപ്പോ ഇതിന് നല്ല സന്തോഷത്തോടെ കഴിയുന്നു. ഇന്ന് ഞാൻ ബ്രോൺസ് ഈ മാസം 18-ാം തീയതി ആയി പെരുന്നാളിന് അതിന്റെ ഇടയിൽ എനിക്ക് ലക്കി ഓഫർ അടിച്ചു. അങ്ങനെ എല്ലാം നല്ല സന്തോഷത്തോട് മുന്നോട്ട് പോകുന്നുണ്ട്.
എനിക്ക് എൻ്റെ വലിയൊരു ആഗ്രഹം ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് 15 രൂപയെങ്കിലും മാസം വരുമാനം എനിക്ക് അത് സ്വന്തമായി ജീവിക്കണം. ഇന്ന് ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട്, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ല. മക്കളിപ്പോൾ മോൻ്റെ പഠനം കഴിയാനായി, അവൻ ജോലിക്കാവാനായി, മോളെ കല്യാണം കഴിഞ്ഞ് അവൾ ജോലിക്ക് പോകുന്നു, അവരെല്ലാം കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇപ്പൊ നാളെ മേലെ ഹസ്ബൻഡ് ഗൾഫത്തെ അവസ്ഥകളൊക്കെ അങ്ങനെയല്ലേ. അപ്പൊ നാട്ടിൽ നാളെ മേലെ വന്ന് നിന്ന് കഴിഞ്ഞാൽ മൂവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ എപ്പോഴും നോക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ഓൺലൈൻ ജോബ് വീട്ടിലിരുന്ന് കൊണ്ട് പുറത്തു പോയി ചെയ്യേണ്ടതൊന്നും ഞങ്ങളുടെ ഫാമിലി വല്ല സപ്പോർട്ടില്ല. അപ്പൊ പിന്നെ എന്തായാലും വേണ്ടില്ല, സ്വന്തമായി ഒരു വരുമാനം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അപ്പൊ എനിക്കിത് എന്തായി മുന്നോട്ട് പോകണം. അതുപോലെ എൻ്റെ ടീം അംഗങ്ങള്, ലീഡേഴ്സുകളും, അതുപോലെ എൻ്റെ താഴെ കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സുകൾ ഞാൻ കയറ്റിയിട്ടുണ്ട്, പിന്നെ എൻ്റെ കുടുംബക്കാരെ കയറ്റിയിട്ടുണ്ട്. ആരും എനിക്ക് അങ്ങനെ വലിയ എല്ലാവരെയും പോലെ ഒരു എതിർപ്പുകൾ പറയാൻ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഫാമിലി ആയാലും എന്തായാലും. മക്കൾ ആദ്യമൊക്കെ കളിയാക്കായിരുന്നു. ഉമ്മക്ക് എന്ത് പറഞ്ഞാലും വെസ്റ്റീജ് മാത്രം അവള് പറഞ്ഞ് കളിയാക്കും. മോൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അവള് ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് അയച്ചു തരും. സാധനങ്ങൾ മൊത്തം ഞാൻ അവൾക്കാണ്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. അതുപോലെ മോൻക്കായാലും തന്നെ അവന് മൊത്തത്തേക്കുള്ള ക്രീം ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ എനിക്ക് പിന്നെ അതുപോലെ പച്ച ഷാമ്പു ഉപയോഗിച്ച് എനിക്ക് എൻ്റെ താരം നന്നായി പോയിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഞാനിപ്പോൾ അന്ന് മുതൽ ഇപ്പൊ ഞങ്ങൾക്ക് തേങ്ങ ആട്ടുണ്ടെങ്കിലും ആട്ടണില്ല, തേങ്ങ കൊടുത്തിട്ട് ഞാൻ കുക്കിംഗ് ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത്. അന്ന് മുതൽ ഞാൻ കയറി 10 മാസമായി സ്ഥിരമായിട്ട് കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, അതെല്ലാം ഞാൻ വെസ്റ്റീജിൻ്റെ ഉപയോഗിക്കുന്നത്. അതുപോലെ ശതാവരി, അയേണ്, പിന്നെ ഫ്ലാക്സ് ഓയിൽ, അങ്ങനെ ഒരുവിധം എല്ലാ പിന്നെ പ്രൊഡക്റ്റുകളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ്. താങ്ക് യു. നല്ല വെസ്റ്റീജിനോട് പ്രത്യേകിച്ച് താങ്ക് യു. താങ്ക് യു അലീമ മാഡം. എന്നോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണമെന്ന് അറിയില്ല സാറേ, ഞാൻ എന്താ പറയാന്ന് അറിയത്തില്ല, എന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞതാണ്. ഇത്രയും സംസാരിക്കാന്നെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് പറയില്ലായിരുന്നു. നല്ല ഭംഗിയായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ. ടീം ബിൽഡിംഗ് ബോണസോടുകൂടിയാണ് ബ്രോൺ സെലക്ട് കേട്ടോ. സാധാരണ ബ്രോൺസ് അല്ല, ടീം ബിൽഡിംഗ് ബോണസ് എന്ന് എക്സ്ട്രാ ഇൻകം കൂടെ ഈ ബ്രോൺ സെലക്ടർ കിട്ടുന്നുണ്ട്. അതുകൂടാതെ അലീമ മാഡത്തിന്റെ പ്രത്യേകത എല്ലാ മാസവും കൺസിസ്റ്റൻസി ചെയ്യും. കഴിഞ്ഞ മാസം എനിക്കൊരു മെസ്സേജ്, സാറേ എനിക്കൊരു 1250 വൗച്ചറോട് വന്നിട്ടുണ്ട്, അതേതാ സംഭവം എനിക്കറിയത്തില്ല, വീണ്ടും ഒരു വൗച്ചർ എടുക്കുന്നു, ഇതേ സംഭവം എന്ന് വെച്ച്. ഞാൻ പറഞ്ഞത് 15-ാം തീയതിക്ക് ശേഷം നിങ്ങൾ ചെയ്ത PVയുടെ ഒരു PVക്ക് 4 രൂപ വെച്ച് കിട്ടുന്ന വൗച്ചറാണ് അത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അറിയാതെ കിട്ടിപ്പോയത്. അവർ അറിഞ്ഞിട്ട് പോലും അങ്ങനെ ഒരു സംഭവമുള്ള കാര്യം. കാരണം 15-ാം തീയതി ശേഷം ആരെങ്കിലും സോപ്പ് വെച്ചാൽ പേസ്റ്റ് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ വന്ന 20 PVക്ക് കിട്ടിയ എക്സ്ട്രാ പൈസയാണ് 1292 രൂപയുടെ ഇൻകം. നമുക്ക് ഇതിനകത്ത് വരുമാനം വരുന്നത് ആരും അറിയത്തില്ല, നമ്മൾ ശ്രദ്ധിക്കപ്പെടത്തില്ല. അപ്പോൾ ഒരുപാട് ഓഫറുകൾ കമ്പനി തരുന്നുണ്ട്, അത് മനസ്സിലാക്കാനാണ്. നേരത്തെ ഗ്രീൻ ഐ ഡി പറഞ്ഞിട്ടില്ലേ, ഗ്രീൻ ഐ ഡി ഓഫറും അത് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പല ആൾക്കാർ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇന്ന് അർഷ ക്വാളിഫൈ ചെയ്തതും ഗ്രീൻ ഐ ഡി വഴിയാണ്, കാരണം എക്സ്ട്രാ PV കയറി വന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ബിസിനസ് പെട്ടെന്ന് ഈസിയായി വിജയിക്കാൻ സാധിക്കും. കമ്പനി അവസരങ്ങൾ തരുമ്പോൾ യൂട്ടിലൈസ് ചെയ്ത് കയറി പോകട്ടോ. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ തന്നെ അലീമക്ക് വന്നിട്ടുണ്ട്. മുന്നേക്ക് വരുമ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളല്ല. നല്ല മാറ്റം വെസ്റ്റീജിലൂടെ കിട്ടട്ടെ, ഇനിയും വലിയൊരു ഉയരത്തിലെത്തട്ടെ. നേരത്തെ പറഞ്ഞു ഹസ്ബൻഡ് വരുമ്പോൾ 15,000 വരുമാനം മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു കാറും കൂടെ വെസ്റ്റീജിൽ കൊടുക്കണമെന്ന് സ്വപ്നം കാണും കേട്ടോ. വെസ്റ്റീജിലെ കാർ ഫണ്ടിൽ അച്ചീവ് ചെയ്തുകൊണ്ട് ഒരു കാർ വാങ്ങിച്ചു കൊടുക്കാൻ, അത് വലിയൊരു കാര്യമാണ്. എനിവേ ഞാൻ അടുത്ത ഇൻവൈറ്റ് ചെയ്യുന്ന കവിത മാഡം, തിരുവനന്തപുരം. കവിത മാഡം ഇവിടെ ഒന്ന് വീഡിയോ ഓൺ ആക്കിക്കോളൂ. തിരുവനന്തപുരം സ്വദേശിയാണ് കവിത മാഡം. ഇന്ന് ബ്രോൺ സെലക്ടർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അധിക കാലമേ ആയിട്ടുള്ളൂ ബിസിനസ്സിൽ വന്നിട്ട്. ഒരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കവിത മാഡം പ്ലീസ് വെൽക്കം. താങ്ക് യു സർ. എൻ്റെ പേര് കവിത. ഞാൻ ട്രിവാൻഡ്രത്തും ജോയിൻ ചെയ്യുന്നു. ഞാൻ വെസ്റ്റീജിൽ വന്നിട്ട് 1 വർഷമായെങ്കിലും 4-5 മാസമേ ഉള്ളൂ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ മെന്റർ ഷാജി സാറ്, അപ്ലൈൻ ശ്രീജ മാഡം, രണ്ടുപേർക്കും താങ്ക്സ് പറയുന്നു. നല്ല സപ്പോർട്ടാണ് രണ്ടുപേരും. എന്തോ മെസ്സേജ് അയച്ചാലും പെട്ടെന്ന് റിപ്ലൈ തരും. ഒരു ഓൺലൈൻ ജോബ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീജ മാം എൻ്റെ ഈ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നത്. ഇവിടെ എനിക്ക് നോക്കിയപ്പോൾ നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷെ നേടാൻ കുറേ ഉണ്ട്. പ്രൊഡക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഞാൻ മിക്കവാറും എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോൾക്ക് ഏകദേശം 5 വർഷമായി പീരീഡ് സമയത്ത് ആസ്മ വരുമായിരുന്നു. ഇപ്പോൾ സാറിനോട് ചോദിച്ചു, സാറ് പറഞ്ഞു ശതാവരി, മാക്സ്, കോംബയോട്ടിക്സ്, ആലോവേറ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞു. അത് യൂസ് ചെയ്തു, നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ഡോക്ടറെ അടുത്തൊന്നും പോകാറില്ല. ഞാൻ വളരെ സന്തോഷത്തിലാണ്. 1 വർഷമായി ഞാൻ ഹോസ്പിറ്റലിൽ കയറാറില്ല. ഒരു സാമ്പത്തിക ഉദ്ദേശിച്ചാണ് ഇവിടെ വന്നെങ്കിലും നല്ലൊരു ആരോഗ്യം നേടാൻ സാധിച്ചു. താങ്ക് യു സർ. ഓക്കെ കവിത മാഡം, നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിയിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളും കൂടെ കേട്ടോ. നല്ല ആരോഗ്യത്തിന് വേണ്ടി നല്ലോണം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തി കൂടിയാണ് കവിത മാഡം. എനിവേ നല്ലൊരു ടീമുണ്ട്, ഒരു വലിയൊരു ടീം തന്നെ അവർക്ക് കവിത മാഡത്തിൻ്റെ കൂടെ ഉണ്ട്. ഇതുപോലെ നമ്മളൊന്ന് സീരിയസ് ആയി വർക്ക് ചെയ്യണമെങ്കിൽ
ഒരു 2-3 ടീമും കൂടി ഉണ്ട്, എല്ലാ വരുമാനത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഓക്കെ, അടുത്ത നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കവിതാ മാഡത്തിന്റെ അപ്ലൈന് ബ്രാൻഡ് ന്യൂ ഗോൾഡ് ഡയറക്ടർ ശ്രീജ മാഡം ഫ്രം ദുബായ്. എവിടെയുണ്ട്? അൺമ്യൂട്ട് ആക്കൂ ശ്രീജ മാഡം. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ശ്രീജ. പഴയ ആൾക്കാർക്കൊക്കെ എന്നെ അറിയായിരിക്കും, എന്നാലും ഞാൻ എന്നൊന്ന് പരിചയപ്പെടുക. എൻ്റെ അപ്ലൈൻ പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ എല്ലാവരുടെയും ഓർഗനൈസേഷൻ ഹെഡ് ഷാജി മിത്തൽ സാറാ. മെൻഡറും അപ്ലൈൻ. ഞാൻ എപ്പോഴും ദൈവത്തിനോരെ ഞാൻ നന്ദി പറയാറുണ്ട്, എനിക്ക് ഇത്രയും വണ്ടർഫുൾ അപ്ലൈൻ തന്നേന്ന് തന്നെ. കാരണം എല്ലാവർക്കും പറഞ്ഞ ആ ഒരു ഭാഗ്യം കിട്ടത്തില്ല അല്ലേ, സാറിന്റെ ഡയറക്റ്റ് ഡൗൺലൈൻ. അപ്പൊ എനിക്ക് എന്തോ സപ്പോർട്ട് വേണേലും സാർ എപ്പോഴും കൂടെ ഉണ്ട്. ഞാനൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ സാറെ അന്നേരം റിപ്ലൈ വരും. ആക്ച്വലി എനിക്ക് ഒരു % പോലും വിശ്വാസം ഇല്ല ഞാൻ ഈ ഒരു മാസം ഗോൾഡ് ഡയറക്ടർ ആകുമെന്ന് തന്നെ. ഈ മാസം തുടങ്ങിയപ്പോ തൊട്ട് സാറ് പറഞ്ഞു ശ്രീജ ഈ മാസം ഗോൾഡ് പിടിക്കണമെന്ന്. പക്ഷെ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം എനിക്ക് സൈഡ് വോളിയം പറഞ്ഞു കഴിഞ്ഞാല് സൈഡ് വോളിയം 1500 നമുക്ക് വേണം ഗോൾഡിന്. എനിക്ക് സൈഡ് വോളി ഏകദേശം 700 PV ആയിട്ടുള്ളായിരുന്നു. 700 PV എവിടുന്ന് കൊണ്ടുവന്ന് വിചാരിച്ച് എന്റെ മനസ്സിൽ. അപ്പൊ സാർ പറഞ്ഞു ഗോൾഡ് പിടിക്കണം, ശ്രീജയ്ക്ക് സാധിക്കും, അത് ഗോൾഡ് ഒട്ടും വിടല്ല, ഈ മാസം പിടിക്കണമെന്ന്. അപ്പൊ സാർ എന്തേലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അപ്പുറം ഒന്നും ചെയ്യാറില്ല. സാർ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കറിയാം, അത് നമ്മള് അതിൽ മുമ്പോട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ ഈ ഒരു 2 വീക്ക് ഞാൻ ആ സൈഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്തു. അപ്പൊ കൂടെ തന്നെ കവിതയെ എനിക്ക് ബ്രോൺസ് ആക്കണം. അപ്പൊ കവിതയുടെ ബ്രോൺസ് ആകാൻ വേണ്ടി 1200 PV ആയിട്ടുള്ളൂ. അപ്പം ബ്രോൺസിന് പറഞ്ഞാൽ 2001 PV വേണം. അപ്പൊ അവിടെ എനിക്ക് വർക്ക് ചെയ്യണം, ഇവിടെയും വർക്ക് ചെയ്യണം. 2 സൈഡിലും എനിക്ക് നല്ലൊരു ടാർഗറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ പിന്നെ കവിതയ്ക്ക് കയറി വന്നു PV. അപ്പൊ കവിതയുടെ PV ഒക്കെ സെറ്റ് ആയപ്പം പിന്നെ കുറച്ച് PVയുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അത് കവിത സെൽഫ് PV ചെയ്ത് കവിത ബ്രോൺസ് ആയി. പിന്നെ എനിക്ക് സൈഡ് PV ഞാൻ എന്തോ ചെയ്തു, എനിക്ക് എൻ്റെ 2 ടീം സൈഡ് വോളിയം വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്തു, കുറച്ച് പേര് പർച്ചേസ് ചെയ്യാൻ ഡ്യൂ ഉണ്ടായിരുന്നു ഈ മാസം. അപ്പൊ ഞാൻ എന്തോ ചെയ്തു, അവർക്ക് ഞാൻ ഡബിൾ PV ഓഫർ വെച്ചു എൻ്റെ 2 ടീമിന്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ 50 PV ചെയ്യുവാണെങ്കിൽ ഞാൻ 100 ആക്കി തരാം. അങ്ങനെ 100 ചെയ്യുവാണെങ്കിൽ ഞാൻ 200 ആക്കി തരാം. അങ്ങനെ 1-2 പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു. അവർക്ക് ഞാൻ ഡബിൾ PV ആക്കി കൊടുത്തു. പിന്നെ എൻ്റെ 5ാമത്തെ ടീം ഞാൻ ലാസ്റ്റ് മന്ത് ഓപ്പൺ ചെയ്തത്. 5ാമത്തെ ടീം പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഡയറക്റ്റ് ഡൗൺലൈന് അവർ ഈ ഒരു ബിസിനസ്സിൽ ആക്റ്റീവേ അല്ല. പക്ഷെ അവരെ ഞാൻ ഫാസ്റ്റ് ആയിട്ട് 8% ആക്കി. അവർക്ക് ഞാൻ 2 ടീം ഉണ്ടാക്കി കൊടുത്തു. അവരെയും ഞാൻ ഇന്ന് ഫാസ്റ്റ് ആയിട്ട് 8% ആക്കി. അപ്പം എൻ്റെ 5ാമത്തെ ടീമിൽ 3 പേര് ഫാസ്റ്റ് ആയിട്ട് 8% ആയി. അങ്ങനെ ബാക്കി ആൾക്കാർ പർച്ചേസ് ചെയ്യാത്ത 1-2 ആൾക്കാർ പർച്ചേസ് ചെയ്തു. അങ്ങനെ അവർക്ക് ഞാൻ ഡബിൾ PV കയറ്റി കൊടുത്തു. അങ്ങനെ എൻ്റെ പിന്നെ കുറച്ച് PV ഷോർട്ടേജ് ഉണ്ടായി, ഞാൻ സെൽഫ് PVയും ചെയ്ത് അങ്ങനെ എൻ്റെ സൈഡ് വോളിയം സെറ്റായി, ഞാൻ ഗോൾഡ് ആയി. ഞാൻ ഒട്ടും 1% പോലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഞാൻ ഈ മാസം ഗോൾഡ് ആകും. പക്ഷെ സാർ എന്തേലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അപ്പുറം ഒന്നും മീൻസ് നെഗറ്റീവ് ഞാൻ പറയാറില്ല. സാർ എന്തേലും ഈ മാസം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തിരിക്കും, എങ്ങനായാലും ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ ഞാൻ ഗോൾഡായി. എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ബിസിനസ് പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ഈ ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും. അതും 2-3 കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടിയത്. ഫസ്റ്റ് പറഞ്ഞ നമ്മൾ ഈ ഒരു ബിസിനസ് മീറ്റിങ്ങുകൾ ഡെയിലി മാക്സിമം പറ്റുന്ന മീറ്റിങ്ങുകൾ ഡെയിലി അറ്റൻഡ് ചെയ്യുക. ഇപ്പം നമുക്ക് 3 സമയത്ത് മീറ്റിംഗ് ഉണ്ട്, പ്ലാൻ പ്രസന്റേഷൻ. അപ്പൊ ഏതെങ്കിലും ഒരു മീറ്റിംഗിലും അറ്റൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും. കാരണം ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഇപ്പൊ 2.5 വർഷം ആകുന്നുണ്ടെങ്കിലും 1 വർഷം വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ചു. കാരണം എനിക്ക് ടീം ആകാൻ ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്തു. 1 ഇയർ വരെ സ്ട്രഗിൾ ചെയ്തു. 1 ഇയർ കഴിഞ്ഞപ്പോ കറക്റ്റ് ഞാൻ 90 ഡേയ്സ് മിഷൻ വെച്ചാണ് ഞാൻ ബ്രോൺസ് ആയത്. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ബ്രോൺസ് ആയപ്പോഴത്തേനും ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഈ ഫെബ്രുവരിയിലാണ് ഞാൻ സിൽവർ ആയത്.
സിൽവർ അത് കഴിഞ്ഞ് പിന്നെ സാർ എന്നോട് പറഞ്ഞു ഗോൾഡ് പിടിക്കണം. പക്ഷെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു, കാരണം എനിക്ക് സൈഡ് വോളിയം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ 2 ലെഗ് ഓപ്പൺ ആക്കി. ഇപ്പം 5 ടീം എനിക്കുണ്ട്. അപ്പൊ 5ാമത്തെ ടീമിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത ഞാൻ അവർക്ക് ഫാസ്റ്റ് ആയിട്ട് 8% ആക്കി, സൈഡ് സെറ്റ് ഒക്കെ ആക്കി അത് ഗോൾഡ് ആയി. അപ്പൊ നമ്മുടെ ഈ ഒരു ബിസിനസ് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമർ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ ബിസിനസ് മൈൻഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സക്സസ് ഉണ്ടാകും. നമ്മളൊരു കസ്റ്റമറായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് സക്സസ് ആകണമെന്നില്ല, സ്ലോ ആയിട്ടായിരിക്കും സക്സസ് ആകുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഡെയിലി കണ്ടിന്യൂ ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ടായിരിക്കും. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ കുറച്ച് ദിവസം വർക്ക് ചെയ്യും, പിന്നെ റെസ്റ്റ് എടുക്കും, കുറച്ച് ദിവസം വർക്ക് ചെയ്യും, റെസ്റ്റ് എടുക്കും. അങ്ങനെ ആയിരുന്നു. എനിക്ക് ടീമൊന്നും ആകാതെ എനിക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഇല്ലായിരുന്നു. ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ ഇതിനെ കുറിച്ച് എല്ലാം പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ കണ്ടിന്യൂ ആക്ഷൻ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായി. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളെല്ലാം പഠിച്ച് എടുത്തു. അപ്പം ഞാൻ ഇപ്പം എൻ്റെ കൂടെ വരുന്ന ആൾക്കാരായാലും പുതിയ ആൾക്കാരോട് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം, ഫസ്റ്റ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം, പഠിച്ച് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് മാത്രം വേറെ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇവിടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നമുക്ക് നല്ല വരുമാനവും ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. നമുക്ക് നല്ല ഒരു ആരോഗ്യം വഴി നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യാൻ തന്നെ കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത് സപ്ലിമെന്റ്സ് ആയിരുന്നു. ഞാൻ ഈ ബിസിനസ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്. പക്ഷെ വേറെ ടീമായിരുന്നു. അവിടെ സപ്പോർട്ട് ഒന്നും കിട്ടാത്ത കാരണം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഡ്രോപ്പ് ചെയ്ത്. പിന്നെ ഞാൻ ഷാജി സാറിന്റെ ടീമിൽ ജോയിൻ ചെയ്ത്. അങ്ങനെ സാറിന്റെ സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലുള്ള സപ്പോർട്ട് ഒരു ബിസിനസ്സിലും എങ്ങും കിട്ടത്തില്ല. കാരണം നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സക്സസ് ആകുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ എന്തോ പഠിച്ചത് അത് തന്നെയാണ് ഞാൻ എൻ്റെ ഡൗൺലൈൻമാരെയും പഠിപ്പിക്കുന്നത്. എല്ലാം എൻ്റെ ടീമിലുള്ള ഓരോ ആൾക്കാർ നല്ല സപ്പോർട്ടീവാ. അപ്പൊ ഞാൻ എന്തോ പഠിച്ചു വരുന്ന കാര്യം തന്നെ അവരെയും പഠിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ ഷാജി സാറിനോട് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളൂ. അങ്ങനെ പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡൗൺലൈൻമാരോടും പഠിക്കാറുണ്ട്. കാരണം അവർ പുതിയ പുതിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കും അറിയത്തില്ല. അപ്പൊ നമ്മൾ നമ്മുടെ അപ്ലൈനോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളും പഠിക്കുന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ അവർക്കും നമ്മൾ ആ ഒരു നോളജ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എല്ലാരും ഡെയിലി നിങ്ങളെ കൊണ്ടുവന്ന ആളിനെ ആയിട്ട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്കിപ്പം ഒരു നല്ലൊരു വഴിക്ക് പോകുമ്പോഴത്തേന് നമുക്കൊരു റോഡ് മാപ്പ് ഉണ്ട്. ആ റോഡ് മാപ്പാണ് നമ്മുടെ അപ്ലൈൻ. അപ്പൊ നമ്മുടെ അപ്ലൈൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, നമുക്ക് നല്ലതിന് വേണ്ടിയാ നമ്മുടെ ബിസിനസ് ഗ്രോ ആകാം. നമ്മളെ അവര് കൈ പിടിച്ച് മുമ്പോട്ട് എടുക്കുക. അപ്പൊ അങ്ങനെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാർക്ക് വരുമാനം അയച്ചു കൊടുത്താലേ നമുക്കും വരുമാനം കൂടത്തുള്ളൂ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ വന്നേക്കുന്ന ആൾക്കാരെല്ലാവരും ഒരു നല്ലൊരു വരുമാനം ആഗ്രഹിച്ചാൽ നമ്മളെ പോയത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കും സക്സസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം എല്ലാരും അതുപോലെ തന്നെ ഡൗൺലൈൻമാരെ എല്ലാം സപ്പോർട്ട് ചെയ്യുക. ഞാൻ വളരെ ഹാപ്പിയാ, കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും വേഗം ഇവിടെ ഗോൾഡ് ഡയറക്ടർ ഈ മാസം ആകുമെന്ന് തന്നെ. ഒരു പ്രതീക്ഷ ഇല്ലാതെ തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലെവൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതെല്ലാം ഷാജി സാറിന്റെയും സിന്ധു മാഡത്തിന്റെ സപ്പോർട്ടും കൂടെയാ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. വിഷ് യു വെൽ. ബാക്ക് ടു ഷാജി മിത്തൽ സാർ. താങ്ക് യു ശ്രീജ മാഡം. നമ്മളെല്ലാവരും പറയുന്ന എക്സ്പീരിയൻസ് ഇല്ല. ആ ഒരു നമുക്ക് ഓഫർ കമ്പനി VNID ഓഫറൊക്കെ തരുന്ന സമയത്ത് അതൊക്കെ മനസ്സിലാക്കാത്തത് കൊണ്ട് പല ആൾക്കാർക്കും അറിയാത്തത് കൊണ്ടാണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓഫറുകളൊക്കെ. കാരണം നമ്മുടെ ടീമിലുള്ള പുതിയ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അവസരമാണ് വിജയിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. നമ്മൾ വിചാരിക്കും ഗ്രൂപ്പിൽ കണ്ടിരിക്കുന്ന പോസ്റ്റ് വന്ന് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തു, ഇനി ആരും അച്ചീവ്മെന്റ്സ് ഇല്ലല്ലോ അല്ലേ. നമ്മൾ ഇന്ന് കണ്ട ഗ്രൂപ്പിൽ എല്ലാ അച്ചീവ്മെന്റ്സിൻ്റെ ആൾക്കാരും സംസാരിച്ച് കഴിഞ്ഞ് ഇനി ആരും ഉണ്ടോ? ഇനി ഉണ്ടല്ലോ 20 മിനിറ്റ് സംസാരിക്കാൻ. ആരായിരിക്കും? ഞാനൊരു വലിയൊരു അച്ചീവ്മെന്റ്സിൻ്റെ ആളെ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ബിഗ് അച്ചീവ്മെന്റ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ നേടിയിരിക്കുന്ന നമ്മുടെ ഭീമ മാഡം ഇതിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ ഹൗസ് ഫണ്ട് അച്ചീവറായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഓർഗനൈസേഷനിലെ 2ാമത്തെ ഹൗസ് ഫണ്ട് അച്ചീവറാണ് ഭീമ മാഡം. ഞാൻ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ചാറ്റ് ബോക്സിൽ അതേ ഭീമ മാഡത്തിന് കൺഗ്രാജുലേഷൻ ടൈപ്പ് ചെയ്യാം.
വെൽക്കം ഭീമ മാഡം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ സാറിനെ ഇൻവൈറ്റ് ചെയ്തു. ഇതെന്റെ വിജയമല്ല, നമ്മുടെ ഓർഗനൈസേഷൻ, അതായത് നല്ലൊരു ടീം ക്യാപ്റ്റൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്തുകൊണ്ടും നല്ല കുറെ ടീം മെമ്പേഴ്സിന് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്കിത് നേടാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും എവിടെ നമ്മൾ ജോയിൻ ചെയ്താലും നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാൻ സാധിക്കും, അല്ലെ? എന്നെ കൊണ്ടുവന്ന വ്യക്തി ഈ ഒരു ബിസിനസ്സിലില്ല. സോറി, എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ ഇതിനകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും എന്നെ അറിയാം, എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഭീമ എന്നാണ്. കൊല്ലം ജില്ലയിൽ ചടയമംഗലത്ത് നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിലേക്ക് വന്നിട്ട് 3.5 വർഷത്തോളമായി. ഒരു എക്സ്ട്രാ ഇൻകം മോഹിച്ചു വന്നു. ഒരു 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് വന്നത്. അതായത് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു 10,000 രൂപയെങ്കിലും സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്റെ ഫാമിലിക്ക് ഒരു സപ്പോർട്ട് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പക്ഷെ ഇതിൽ 10,000 അല്ല, നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ടോ, എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടോ, അതെല്ലാം നേടിയെടുക്കാവുന്ന വലിയൊരു കടലാണ് എന്റെ മുന്നിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി വളരെ സീരിയസ് ആയിട്ട് പാഷനായിട്ട് എനിക്ക് ഈ ഒരു അവസരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. തീർച്ചയായിട്ടും ആദ്യം ഫാമിലിയൊക്കെ, ഇപ്പൊ ഇതിൽ പലരും പറഞ്ഞു ഫാമിലി കട്ട നെഗറ്റീവാണ്. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരുപാട് സ്ട്രഗിൾ എനിക്ക് ഇതിൽ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ വിജയത്തിന്റെ ആ ഒരു കറക്റ്റ് മാതിരി അനുഭവിക്കുന്നുണ്ടാവുക, അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്നെ കൊണ്ടുവന്ന വ്യക്തി ഈ ഒരു ബിസിനസ്സിലില്ല. അവർക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവർക്ക് മാറി നിൽക്കേണ്ടി വന്നു. എന്നാലും എന്നെ ഒരു സഹോദരിയെ പോലെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞു മകളെ പോലെ ചേർത്ത് പിടിക്കാൻ 2 അപ്ലയൻസിന് എനിക്ക് ദൈവം തന്നു എന്നുള്ളതാണ്. ഒന്ന് സുരേഷ് സാറും അതുപോലെ തന്നെ ഷായി സാറും. സുരേഷ് സാറ് ജോലിയിൽ തിരക്കാണെങ്കിൽ പോലും ഏതൊരു സമയത്ത് എപ്പോ ഒരു മെസ്സേജ് ഇട്ടാലും നമുക്ക് വേണ്ടുന്ന എല്ലാവിധ ഹെൽപ്പ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഷായി സാറ്, ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ സാറ് ഫുൾ ബിസി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. സാർ എപ്പോഴും പറയാം, അന്ന് സാറ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം രാവിലെയും വൈകുന്നേരവും മാത്രമേ എനിക്ക് സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റൂ. പക്ഷെ എന്നാൽ പോലും സാറ് നമ്മുടെ ഒരു മെസ്സേജ് കണ്ടാൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് മറുപടി തരികയും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സാറ്. അത് അങ്ങനെ സാറിന്റെ ജോലി പോലും നഷ്ടപ്പെട്ടു നമുക്ക് വേണ്ടിയിട്ട്. കാരണം വർക്ക് സൈറ്റിൽ ഫോൺ എടുക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സാറ് ഒളിച്ചും പാത്തൊക്കെ ഫോൺ എടുക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സാറിന് ജോലി സൈറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുക. എന്റെ ടീമിന് വേണ്ടി സാർ ഒരുപാട് പ്ലാനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നല്ല ആക്റ്റീവായിട്ടുള്ള കുറെ ആൾക്കാരെ എനിക്ക് കിട്ടിയെങ്കിലും, പക്ഷെ മാല ഓർക്കുന്ന കണക്കോലെ ഒരു വശത്ത് കോർത്ത് വരും, മറുവശത്ത് ഊർന്നു പോകും. ആ ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പൊ നമുക്കറിയാം, നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് മാത്രം നിന്നാൽ ഒരിക്കലും അത് ലോകം അറിയില്ല, അല്ലെ? നമ്മളെപ്പോ അത് പുറത്ത് നമ്മൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടി അത് നമ്മൾ എപ്പോ നേടിയെടുക്കുന്നു, അപ്പോഴായിരിക്കും പുറലോകം ഇത് നോക്കി അത്ഭുതപ്പെടുന്നുണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രയത്നിച്ചു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹൗസ് ഫണ്ട് എന്റെ ലക്ഷ്യമായിരുന്നു. അത് ഞാൻ നേടിയെടുത്തു എന്നുള്ളതാണ്. അപ്പൊ എന്നെ കേട്ടുകൊണ്ട് ഏതൊരാളും എന്നോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും ഒരു ലേണിംഗ് മോഡിലായിരിക്കുക. ലേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെപ്പോ ലേണിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഏൺ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ വന്നിരിക്കുന്ന വലിയൊരു സർവകലാശാലയിലാണ്, അല്ലെ? അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഏൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈപ്പിടിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ അവസരം. ഇനിയും ഉറങ്ങിക്കിടക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കുക. കാരണം നിങ്ങൾ വന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ABCD മോഡൽ, നമുക്ക് ABCD ഓഫ് വെസ്റ്റേജ് ബിസിനസ് ത്രൂ വിന്നിംഗ് ടീം സിസ്റ്റം എന്നാണ്. ഓക്കെ, നിങ്ങളൊരു ABCD മോഡൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. എന്താണ് ABCD? ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ്, അല്ലെ? നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ആദ്യം മാറേണ്ടത്. ചേഞ്ചിങ് ദ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആരാണ് ഇവിടെ? നമ്മളെല്ലാവരും ഒരു സ്വയം സംരംഭകരാണ്, അല്ലെ? നമ്മൾ ആദ്യം മാറുന്നതാണ്. നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു അവസരമാണ് വെസ്റ്റീജ് കമ്പനി നമ്മുടെ കൈകളിലേക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ അത്രയും മഹത്തായ ഒരു അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സംരംഭകനാവുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങാതെ ഊണും ഉറക്കവും നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇട്ട പൈസ തിരിച്ചു പിടിക്കാനെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് 1 രൂപ ചെലവില്ലാതെ നമുക്കൊരു സംരംഭകൻ എന്നൊരു പദവി നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ അതിന് വാല്യൂ കൊടുക്കാത്തത്. തീർച്ചയായിട്ടും നിങ്ങളൊരു സംരംഭകന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കും. പിന്നെയാണ് നമുക്കിവിടെ ലേണിംഗ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ പഠിക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡെയിലി ഈ ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ എനിക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ എന്റെ ഈ ഒരു ബിസിനസ് ഗ്രോത്തിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും, ഇങ്ങനെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്താണ് സംഭവിച്ചത്? ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഗ്രോയിങ് ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് അവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണ്? ബ്ലെസ്സിങ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഇതിലേക്ക് ഒരു കൊണ്ടുവന്നൊരു വ്യക്തി ഉണ്ടായിരിക്കും, അല്ലെ?
ആ വ്യക്തിയെ നമ്മളെപ്പോഴും ഇത് ഒരു നന്മ നിറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരിക്കലും നമ്മളിവിടെ ഒരാളെ പറ്റിച്ചോ വഞ്ചിച്ചോ ഒരു രൂപ പോലും സ്വന്തമാക്കുന്നില്ല. നമ്മൾ വന്നത് നമുക്ക് ആരോഗ്യവും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിലൂടെ അനേകായിരം ഫാമിലിയിലേക്ക് നമുക്ക് സാമ്പത്തിക ഭദ്രതയും നല്ലൊരു ആരോഗ്യവും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പുണ്യ പ്രവൃത്തിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നന്മ ചെയ്യാൻ ഒരു അവസരമാണ് ദൈവം നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു ബ്ലെസ്സിങ് ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. പിന്നെ സെർവിങ് ആറ്റിറ്റ്യൂഡ്, നമ്മൾ പറയാറുണ്ട് ഇവിടെ വിന്നിംഗ് ടീം സെർവർ അല്ലെ. നമ്മളൊരു ടീമിലാണെങ്കിൽ പോലും നമ്മൾ വേറെയും ടീം അംഗങ്ങൾക്ക് അവര് നമ്മളോട് എന്തെങ്കിലും ഈ ഒരു ബിസിനസിനെ കുറിച്ച് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ആറ്റിറ്റ്യൂഡാണ് ഇതിന്റെ വിജയത്തിന്റെ ഒരു ടിക്കറ്റ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. പിന്നെ രണ്ടാമത് നമുക്ക് വേണ്ട എന്താണ്? ABCD ബിലീഫ്, വിശ്വാസം. നമ്മൾ എവിടാണ് വന്നിരിക്കുന്നത്? നമ്മൾ വെസ്റ്റീജ് കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കമ്പനിയിൽ വിശ്വാസം വരുന്നുണ്ടായിരിക്കാം. കമ്പനിയും വിന്നിംഗ് ടീമും നമ്മളെ ഒരു സിസ്റ്റം പഠിപ്പിക്കുന്നുണ്ട്. ആ സിസ്റ്റത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ സിസ്റ്റത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെ. പ്രൊഡക്റ്റ് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ അതിന് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കൂ. അപ്പൊ ഇതില് മൂന്നിലും നമുക്ക് വിശ്വാസമുണ്ട്. പിന്നെ നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. നമ്മളുടെ വിശ്വാസമില്ല, അപ്പൊ എനിക്ക് വിജയിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന ഒരു ഉറപ്പിന്മേലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. നമ്മളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. തീർച്ചയായിട്ടും ഇത് എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളെ വിശ്വാസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വേണ്ട എന്താണ്? കമ്മിറ്റ്മെന്റ് അല്ലേ. ABCD C എന്താണ്? കമ്മിറ്റ്മെന്റ്. നമുക്ക് ആരോടാണ് കമ്മിറ്റ്മെന്റ് വേണ്ടത്? നമ്മുടെ അപ്ലൈനോട് വേണം, അതുപോലെ തന്നെ നമ്മുടെ കൂടെ വരുന്നവരോടും വേണം. തീർച്ചയായിട്ടും കൂടെ വന്നവരാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത തന്നെ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത തന്നെ എന്താണ്? നമ്മുടെ കൂടെ വരുന്നവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. അതിന് നമ്മളെ അപ്ലൈന്റെ ഹെൽപ്പോട് കൂടി, അപ്ലൈന് 100% സബ്മിഷനോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും നമുക്കിവിടെ തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ കമ്മിറ്റ്മെന്റും മസ്റ്റ് ആണ്. പിന്നെ വേണ്ടതാണ് നമുക്ക് ഡ്രീം. നിങ്ങളുടെ സ്വപ്നം എത്രത്തോളം വലുതാണോ അത്രത്തോളം നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കും. വാനോളം സ്വപ്നം കാണുക. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കയ്യിൽ കിട്ടിയ ഒരു അവസരം നിങ്ങൾ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു സാധാരണക്കാരനും വിജയിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്കുള്ള സമയം വരട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സമയം ശരിയല്ല, അല്ലെങ്കിൽ എന്റെ കൂടെ വരുന്നവര് പിന്നെ അവര് പർച്ചേസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവര് ബിസിനസ് ചെയ്യട്ടെ, അവര് ടീമിനെ ബിൽഡ് ചെയ്യട്ടെ അല്ലെ, അങ്ങനെയൊക്കെയാണ്. അവര് പിന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യട്ടെ എന്നൊരു മനോഭാവത്തിലാണ് നമ്മൾ എപ്പോഴും പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ ടീമിന്റെ റോൾ മോഡൽ നമ്മളാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെയും ടീമിന്റെ റോൾ മോഡൽ നിങ്ങളാണ്. നിങ്ങളുടെ കൂടെ ഒരാളെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു അപ്ലൈനാണ്. അപ്പോ അവരെ ഗൈഡ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്തും അവരെ കെയർ ചെയ്തും നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ ഈ ഒരു അവസരത്തെ ചെറുതായി കാണാതിരിക്കുക. വലിയൊരു അവസരമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തെ ഒരു കാരണവശാലും മറന്നു കളയാതെ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ എനിക്ക് വിജയിക്കാൻ ദൈവം തന്നൊരു അവസരമാണ് എന്ന മാനസിക ചിന്തയോടുകൂടി നിങ്ങളുടെ മനോഭാവം മാറ്റിക്കൊണ്ട് ഉണർന്നു പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം നേടാനും വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗ് പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് വേണ്ടി അല്ലെ, നമുക്ക് വേണ്ടി അത് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം നേടാനായിട്ട് സാധിക്കും. ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നത് എന്റെ എല്ലാവിധ അപ്ലയൻസിനോടും, അതുപോലെ എന്റെ മെന്റർ ഷാജി സാറിനോടും, അതുപോലെ സുരേഷ് സാറ്, അതുപോലെ തന്നെ എന്റെ ടീം അംഗങ്ങൾ. അവരില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ വിജയം നേടാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും നമ്മളുടെ ശക്തി നമ്മുടെ ടീം മെമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മളെല്ലാവരും മീറ്റിംഗിന്റെ ലിങ്ക് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ പലപ്പോഴും നമ്മളെ കൂടെ വരുന്നവരെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജോയിൻ ചെയ്യുന്നതോടൊപ്പം നിങ്ങളെ കൂടെ വരുന്നവരെ മീറ്റിംഗിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അവര് മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ അവർ ഇതിൽ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കൂ. നമ്മളിവിടെ കൂടുതലും ഓൺലൈനായിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പറ്റുന്ന സമയത്ത് എല്ലാം നമ്മൾ ഈ ഒരു സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നല്ലൊരു ലീഡർഷിപ്പിലോട്ട് വന്നുകൊണ്ട് നല്ലൊരു പെർഫോമറായി മാറിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും വിജയം നേടിയെടുക്കാനായിട്ട് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ആരോഗ്യവും സമൃദ്ധിയും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയും അതുപോലെ
ഇതെല്ലാം കിട്ടുവാണെങ്കിൽ നമുക്ക് മനസ്സിന് ശാന്തി ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും മനസ്സിന് ശാന്തിയും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു പ്ലാറ്റ്ഫോം. അപ്പൊ കയ്യിൽ കിട്ടിയ ഒരു അവസരത്തെ ഒരു കാരണവശാലും ഒന്നിന്റെ പേരിലും തട്ടിക്കളയാതെ പൂർവാധിക ശക്തിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. വിഷ് യു വെൽത്ത്. ബാക്ക് ടു MC ഷാജി സാർ. താങ്ക് യു ഭീമ മാഡം. ഭീമ മാഡത്തിന്റെ എക്സ്പീരിയൻസ് കണ്ടില്ലേ? ഹൗസ് ഫണ്ട് അച്ചീവർ ആണ്, കാർ ഫണ്ട് അച്ചീവർ ആണ്, ട്രാവൽ ഫണ്ട് അച്ചീവർ ആണ്. ഇനി ഒരു ഫണ്ടും കൂടെ വാങ്ങിക്കാനുള്ളൂ. അത് എത്രയും പെട്ടെന്ന് വാങ്ങിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എലൈറ്റ് ക്ലബ്ബ് ബോണസ് ആണ്. ഓക്കെ. എനിവേ ഭീമ മാഡം നേരത്തെ പറഞ്ഞില്ലേ, എന്നെ ബിസിനസ്സിൽ കൊണ്ടുവന്ന എൻ്റെ അപ്ലൈൻ ഇതിലില്ല എന്ന് പറഞ്ഞതല്ലോ. അവർ ചെറിയ പെൺകുട്ടിയായിരുന്നു ഭീമ മാഡത്തിനെ കൊണ്ടുവന്നത്. കല്യാണം കഴിഞ്ഞൊരു വീട്ടിലേക്ക് പോയതായിരുന്നു. അവിടെ നിന്ന് സമ്മതിക്കാതെ ബിസിനസ് ചെയ്യാതെയാണ്. ഇന്ന് ഞാൻ ഒരു സന്തോഷ വാർത്ത കൊണ്ട് പറയുകയാണ്, ആ അപ്ലൈൻ ഇന്ന് ബ്രാൻഡ് ന്യൂ സിൽവർ ഡയറക്ടറായി വിത്ത് LOB അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ക്വാളിഫൈ ചെയ്തു സിൽവർ ഡയറക്ടറായിട്ട്. എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. ഭീമ മാഡത്തിൻ്റെ അപ്ലൈൻ ഇതിൽ ബ്രാൻഡ് ന്യൂ സിൽവർ ഡയറക്ടർ വിത്ത് LOB ആണ് കേട്ടോ. ലീഡർഷിപ്പ് ഓവർലോഡിംഗ് ബോണസ് അടക്കം 30,000 രൂപ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ലെവലിൽ ആ പെൺകുട്ടിക്ക് വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. ഇന്നലെ കോൺടാക്ട് ചെയ്ത സമയത്ത് മുന്നേ ഹസ്ബൻഡിന് നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്നു, ടെക്സ്റ്റൈൽസ് ആയിരുന്നു. അതിപ്പോൾ ഇല്ല, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സെയിം ടൈമിലാണ് ഒരു 10-30,000 വരുമാനം വീട്ടിലേക്ക് വരുന്നത്. ഒരു 3 വർഷം മുന്നേ ഭീമ മാഡത്തെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ 1-2 പേരെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അവരെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ മൂലം ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പോയ വീട്ടിൽ അവർ സമ്മതിക്കാതെ കൊണ്ട് മാത്രം ബിസിനസ് ഒഴിവാക്കി മാറിയതാണ്. പക്ഷേ ബിസിനസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഭീമ മാഡത്തിനെ പോലെ പുലിയായിട്ടുള്ള കുറേ ലീഡർമാർ കൂടെ ഉള്ളതുകൊണ്ട് ആ ബിസിനസ് നല്ല രീതിയിൽ പോയി. ഇപ്പോൾ അവർക്ക് തിരിച്ച് വന്നപ്പോൾ ഇനി അവർ സീരിയസ് ആയിട്ട് ഒരു വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപക്ക് മേലെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. 1 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഈ ബിസിനസിന്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ബിസിനസ് നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് നല്ല സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുവാണെങ്കിൽ, ആൾക്കാർ ഇതിൽ സിസ്റ്റമായിട്ട് കണക്ട് ആക്കുകയാണെങ്കിൽ എപ്പോൾ വന്നാലും വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. നമ്മൾ ഈ ലോകത്തില്ലെങ്കിലും ആ വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ഇത് കൂടെ വരുന്ന ആൾക്കാർക്ക് ദൈവ നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരു നിയോഗം അവർക്ക് ഇല്ല എങ്കിൽ അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോകും. അവിടെ വിഷമിക്കണ്ട. അവരെ കിളി കൊത്തിക്കൊണ്ടുപോയി എന്ന് വിചാരിച്ചാൽ മതി. SP സാറിൻ്റെ സെഷൻ കേട്ടവർക്ക് അറിയാൻ പറ്റും, കിളി കൊത്തിക്കൊണ്ടുപോയി എന്ന് പറയും സാറ്. കാരണം അല്ല, നമ്മൾ ഒരു നെല്ലൊക്കെ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ, അല്ല നമ്മൾ മുറ്റത്ത് നെല്ല് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷി വന്ന് അത് കൊത്തിക്കൊണ്ടുപോകുമ്പം ഒരു പായ നിറച്ചും നെല്ല് ഉണക്കാനിട്ടിരിക്കുക. ഒരു പക്ഷി വന്ന് ഒരു നെല്ല് കൊത്തിക്കൊണ്ടുപോയി നമ്മൾ പക്ഷീൻ്റെ പിറകെ ഓടുവോ? ഇല്ലല്ലോ. അത് ആ പക്ഷിക്കുള്ളതാണ്. ആ പക്ഷി കൊണ്ടുപോയി എന്ന് വെച്ചാൽ മതി. ഇവിടെ നമ്മുടെ കൂടെ ആരെങ്കിലും ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കിളി വന്ന് അയാളെ കൊണ്ടുപോയി എന്ന് വിചാരിച്ചാൽ മതി. ബാക്കി കിളിയുടെ ഉണ്ടല്ലോ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ SP സാറിൻ്റെ സെഷൻ ആരെങ്കിലും അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരും. ഇന്നലെ FRE അറ്റൻഡ് ചെയ്തൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മൾ ഇന്നലെ കേരളത്തിൽ FRE എന്നൊരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഫാമിലി റിയൂണിയൻ. അതിൽ പങ്കെടുത്ത ഒരുപാട് ആൾക്കാർ എനിക്ക് ഇന്നലെ രാത്രി ഇന്നുമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞപ്പോഴും അവിടെ പോകാൻ പറഞ്ഞപ്പോഴും വളരെ വിഷമിച്ചിട്ടും ബുദ്ധിമുട്ടിലാണ് പോയത്. കാരണം ഇത്ര ദൂരം 3 ദിവസം മാറി നിൽക്കണം, അത്രയും പൈസ ചിലവാകും എന്നൊക്കെ വിചാരിച്ച് പോയ ആൾക്കാർ ആ കൊടുത്ത പൈസ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത്. അത്രയ്ക്കും നല്ല പ്രോഗ്രാമായിരുന്നു. കണ്ണ് നിറഞ്ഞിട്ടൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട്. ഇനി ഒരു FRE കേരളത്തിലുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല പോവുക, എൻ്റെ കൂടെ കുറേ ആൾക്കാരെ ഞാൻ കൊണ്ടുപോകും. സാർ എപ്പോഴും മീറ്റിംഗ് പറയുന്ന സമയത്ത് ഇത്രയോളം പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ എനിക്ക് പോയവരെല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഇനി FRE വരുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാമിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. അങ്ങനെയുള്ള പ്രോഗ്രാം ഇനിയും വരുന്നുണ്ട്. I2I എന്ന് പറഞ്ഞ പ്രോഗ്രാം ഈ ഏപ്രിൽ മാസം വരുവാണ്. I2I പ്രോഗ്രാം 20ഓളം സ്ഥലങ്ങളിൽ I2I പ്രോഗ്രാം ഉണ്ട്. ഇപ്പം എനിക്ക് മനോജ് സാർ മെസ്സേജ് ചെയ്താണ് ഏതൊക്കെ സ്ഥലത്ത് വേണമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. 4 സ്ഥലങ്ങൾ എനിക്ക് കൊടുക്കാൻ പറ്റും, കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നമുക്ക് ബാക്കിയെല്ലാ സ്ഥലത്തും പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ്. ആലപ്പുഴ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും പ്രോഗ്രാം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ആ 2 സ്ഥലം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ ആ ഒരു പ്രോഗ്രാം I2I എന്ന പ്രോഗ്രാം നമുക്ക് നേരിട്ട് എല്ലാ ലീഡേഴ്സിനും കാണാം. വിന്നിംഗ് ടീമിൻ്റെ ലീഡേഴ്സ് വരുന്ന പ്രോഗ്രാമാണ്. നമ്മൾ എല്ലാ ആൾക്കാരും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തയ്യാറാവണം. ഫിസിക്കലായിട്ടുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഇന്നലെ നമ്മൾ അറ്റൻഡ് ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. വിവേക് ജെയിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള 25 വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ അദ്ദേഹത്തിനുണ്ട്. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. നമ്മളുടെ കേരളത്തിലെ ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ കേട്ട ആൾക്കാരൊക്കെ പറയും അദ്ദേഹം ഹിന്ദിയിലാണ് പറയുന്നെങ്കിലും അറിയാതെ ചിരിച്ചു പോകുന്ന പറഞ്ഞു. അത്രക്കും നല്ല സ്പീച്ചൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫംഗ്ഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഇതിൽ വിജയിച്ച ആൾക്കാരെ എക്സ്പീരിയൻസും അവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ
അവരെങ്ങനെയാണ് വിജയിച്ചെന്നൊക്കെ അറിയാൻ സാധിക്കും. നിങ്ങൾ ആരും എൻ്റെ കഥയൊന്നും കേട്ടില്ലല്ലോ, എൻ്റെ കഥ കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ കാണുന്ന ഷാജി മിത്തലും നല്ല ഈ സാർ കേട്ടോ. എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ് കഴിയുമ്പോൾ ഞാൻ FRU അറ്റൻഡ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. എന്നോട് SP സാർ എന്ത് FRU അറ്റൻഡ് ചെയ്യുമ്പോൾ വരുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറേ എനിക്ക് ഒരുപാട് കഥ പറയാനുണ്ട്, അത് ഞാൻ ഇന്നൊരു പിൻ ലെവൽ അച്ചീവ് ചെയ്ത ശേഷം മാത്രമേ ആ കഥ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോഴുള്ള എൻ്റെ കൂടെ ആർക്കും എൻ്റെ അപ്ലയൻസിനോ എൻ്റെ ഡൗൺലൈൻസിനോ എൻ്റെ യഥാർത്ഥ കഥ അറിയത്തില്ല. അത് ഞാനൊരു വലിയ പിന്നെ അച്ചീവ് ചെയ്ത് നാട്ടിൽ വരും, ആ FRUയിൽ ഞാൻ ആ കഥ പറയുന്നുണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ബിസിനസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിങ്ങൾ ഈ ഇരിക്കുന്ന 115 പേരിൽ ഒരുപാട് പ്രോബ്ലം, ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി ഞാനാണ്. ഏറ്റവും കൂടുതൽ പ്രോബ്ലം, എൻ്റെ അത്ര പ്രോബ്ലം ഇതിൽ ആർക്കും ഉണ്ടാകത്തില്ല കേട്ടോ. എൻ്റെ അത്ര പ്രോബ്ലം ഇല്ല ഒരാൾ ഇതിനകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇന്ന് ഞാൻ വെസ്റ്റേജിലൂടെ തിരിച്ച് ലൈഫിലേക്ക് വന്നൊരു വ്യക്തി കൂടിയാണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം മറന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ വിജയമായിരിക്കണം, അത് മാത്രം ഫോക്കസ് ചെയ്യുക. പ്രോബ്ലം നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് വലുതായിക്കൊണ്ടിരിക്കും. പല ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു പ്രോബ്ലം തീരുമ്പോൾ അടുത്ത പ്രോബ്ലം, അത് തീരുമ്പോൾ അടുത്ത പ്രോബ്ലം, തീരെയില്ല. നിങ്ങൾ അതിനെ മാറ്റി വെച്ചിട്ട് സൊല്യൂഷൻ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂഷൻ അങ്ങ് വലുതായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഈസിയായിട്ട് വിൻ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ഇത്രയും പ്രശ്നങ്ങളിടയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ്. ആ സമയത്താണ് നേരത്തെ ഭീമാ മേഡം പറഞ്ഞില്ലേ, ഈ ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്ത സമയത്ത് എനിക്ക് ജോലിയിൽ വരെ ഒരുപാട് സ്ട്രഗിൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജോലി ഞാൻ ഒഴിവാക്കിയിട്ടാണ് വെസ്റ്റേജ് ഫുൾ ടൈം വന്നത്. എല്ലാവരും നിങ്ങളിപ്പം പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾ ജോലിക്കല്ല, ഈ ബിസിനസ് പ്രയോറിറ്റി കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് വിജയിക്കാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ വരുമാനം കളയാൻ വേണ്ടില്ല, ജോലി കളയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, അതവിടെ ഉണ്ടാവണം. അതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പണ്ടൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ലീവ് കിട്ടാൻ, ഒന്ന് കറങ്ങാൻ പോകാനും അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാൽ ലീവ് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് 2 ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെസ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. കുറേ വർഷങ്ങളായിട്ട് നാട്ടിൽ പോകാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ലീവ് കിടക്കായിരുന്നു. ഞാൻ 2 മാസം കൂടുമ്പോൾ 15 ദിവസം ലീവ് വാങ്ങിക്കും. സുരേഷ് സാറൊക്കെ അന്നേരം സുരേഷ് സാറും ഭീമാ മേഡമൊക്കെ സമയമാണ്, അവരെ ടീമിന് സപ്പോർട്ടാക്കി കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ടീം വലുത് ഉണ്ടാക്കാൻ സാധിച്ചത്. ലീവ് കിട്ടിയാൽ ടീം ഡെവലപ്പ് ആക്കും, അങ്ങനെയായിരുന്നു. ഒരു 15 ദിവസം ലീവ് എടുക്കും, ഒരു നല്ലൊരു ടീം ഉണ്ടാക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ടീം സെറ്റാകുമ്പോൾ വീണ്ടും ഒരു 15 ദിവസം ലീവ് എടുക്കും, അടുത്ത ടീം സെറ്റാക്കും. അങ്ങനെയാണ് ഇത്രയും വലിയൊരു ടീം ഉണ്ടാക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് ലീവ് കിട്ടുമോ, എപ്പോഴെങ്കിലും ഒരാഴ്ച ഈ ബിസിനസ്സിൽ മാറ്റി വെക്കാൻ സാധിക്കുമോ, ഫുൾ ടൈം ഇറങ്ങി വർക്ക് ചെയ്യും. നല്ല രീതിയിൽ വലിയൊരു ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കും. എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ വാങ്ങിക്കാൻ സാധിക്കും. ഒരു കാരണവശാലും, നേരത്തെ ഞാൻ പറഞ്ഞു, ഒരാൾ വന്നു, അയാൾ ജോയിൻ ചെയ്ത് വേറെ അങ്ങ് പോയി, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, വെട്ടിയേക്ക് കിളി കൊത്തിക്കൊണ്ടുപോയി എന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് വേണ്ട ആൾക്കാർ ദൈവ നിയോഗമുള്ള ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുന്ന ആൾക്കാർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വന്നോളും, നമ്മളിവിടെ ആൾക്കാർ വന്ന് ജോയിൻ ചെയ്തോളും. അതുകൊണ്ട് എല്ലാവരും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, സമയം കൂടുതൽ കണ്ടെത്തിക്കൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും അടുത്ത മാസം നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പിൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈനോട് പറയുക, അടുത്ത മാസം എനിക്ക് പിൻ അച്ചീവ് ചെയ്യണം, അതിന് നമുക്ക് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും. കാരണം ഇനി പുതിയ വർഷം വരാൻ പോവാണല്ലേ, മാർച്ച് മാസം അവസാനിക്കുകയാണ്, പുതിയ വർഷമാണ് നമുക്ക് വരാൻ പോകുന്നത്, ബിസിനസ് മാസം കേട്ടോ. അടുത്ത വർഷം നമുക്ക് എന്തൊക്കെ ഓഫർ വരുന്ന അറിയത്തില്ല. നമുക്ക് നാളെ ലീവാണ്, നാളെ ആരും പർച്ചേസ് ചെയ്യേണ്ട, നാളെ ആപ്ലിക്കേഷൻ ഓൺ ആവത്തില്ല, കംപ്ലീറ്റ് ക്ലോസ് ആയിരിക്കും. അതുകൊണ്ട് ബിസിനസ് സ്റ്റോപ്പ് ഒന്നുമില്ല, മീറ്റിംഗ് ഒരുപാടുണ്ടാവും. എല്ലാ മീറ്റിങ്ങിലും ആൾക്കാരെ കണക്ട് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക. റെഗുലറായിട്ട് നിങ്ങൾ പ്രസൻറ്റേഷനിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക. നമ്മുടെ ടീമിൽ ഇപ്പം പ്രസൻറ്റേഷൻ പല സമയങ്ങളായിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയില്ല എവിടെയൊക്കെ പ്രസൻറ്റേഷൻ നടക്കുന്നുള്ളത്. അത്രക്കും പ്രസൻറ്റേഷൻ ഉണ്ട്. 11 മണിക്ക്, 12 മണിക്ക്, 2 മണിക്ക്, 5 മണിക്ക്, 7 മണിക്ക്, 9 മണിക്ക്, അതിൻ്റെ ഇടയിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് പ്രസൻറ്റേഷൻ ടീമിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും പ്രസൻറ്റേഷൻ അടിച്ച് കയറ്റിക്കുള്ള ആൾക്കാരെ നിങ്ങളും അതിലുണ്ടായിരിക്കണം കേട്ടോ. മാക്സിമം ഇൻവോൾവ് ആ ബിസിനസ്സിലേക്ക്. ഇനി അങ്ങോട്ടുള്ള മീറ്റിങ്ങുകളിലേക്ക് നമ്മൾ ആൾക്കാർ എണ്ണം കൂട്ടാൻ ശ്രമിക്കുക. താങ്ക് യു. നല്ലൊരു വിജയം എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്ത മാസം കുറേ അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ചെറിയ പിന്നുകളല്ല കേട്ടോ, ഇനി വലിയ പിന്നുകൾ വരാൻ പോവാണ്. സ്റ്റാർ ഡയറക്ടർമാർ കുറേ വരാൻ പോവാണ്, ഡയമണ്ട് ഡയറക്ടർ വരാൻ പോവാണ്, ക്രൗൺ വരാൻ പോവാണ്, UCD വരാൻ പോവാണ്, പല പിന്നുകൾ വരാൻ പോവാണ്. മുന്നേക്കെ ബ്രോൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കേരളത്തിലെ ആൾക്കാർ പോലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ടീമിനെയാണ്. എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇത്രയും വലിയ അച്ചീവ്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അച്ചീവ്മെന്റ്സ് ചെയ്യാൻ സാധിക്കും. എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഒരു പരാജയം നിങ്ങൾ നോക്കണ്ട, ഒരു ടെൻഷനും നോക്കണ്ട. നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഡെയിലി അപ്ലൈനായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുക. ഓക്കെ, രാവിലത്തെ മോർണിംഗ് CEP പങ്കെടുക്കുക കേട്ടോ. മോർണിംഗ് CEP വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ 90 പേരൊക്കെ പങ്കെടുക്കുന്ന CEP നടത്തിയ ടീമാണ്. ഇപ്പം ആൾക്കാർ ഉറങ്ങാൻ തുടങ്ങി തോന്നുന്നു. ഉറങ്ങരുത്, രാവിലെ എഴുന്നേൽക്കുക, രാവിലത്തെ CEP അറ്റൻഡ് ചെയ്യുക.
കാരണം അതിലാണ് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു വെൽ.